ശരീരത്തിൽ എവിടെ മുറിവ് പറ്റിയാലും നമ്മൾ അതിനെ ചികിത്സിക്കുന്നുണ്ട്. മനസ്സിനേറ്റ മുറിവുകളെ നമ്മൾ മറ്റാരും അറിയുന്നുമില്ല, ചികിത്സിക്കുന്നുമില്ല. അങ്ങനത്തെ ഒരു സംവിധാനം ഇവിടെ ലോകത്തുണ്ട് എന്ന് നമ്മൾ അറിയുന്ന തന്നെ വലിയൊരു അറിവല്ലേ. ഇതന്നെ നമുക്ക് വലിയൊരു ആശ്വാസമല്ലേ. നമുക്ക് നമ്മളെ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിന് ഇവിടെ പരിഹാരമുണ്ട്. ഈ ലോകത്ത് ഇവിടെ തന്നെ സംഭവിക്കാൻ നമുക്ക് തന്നെ എത്തിപ്പെടാവുന്ന തലത്തിൽ. എന്താ ലോട്ടറിക്കാരൊക്കെ വിളിക്കുന്നത്, വരുവിൻ മക്കൾ, വരുവിൻ വരുവിൻ, ഈ നിമിഷം തന്നെ സന്തോഷിക്കാമെന്നുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ, വേരോടെ പോകാനുള്ള, വെറും സൊല്യൂഷനല്ല, വേരോടെ പിഴുതെറിയാനുള്ളൊരു സൊല്യൂഷൻ. അങ്ങനെ അപ്പുറത്തോട്ട് അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ ഒരു ലൈഫ് ഉണ്ട് എന്നുള്ളത്, ഇങ്ങനെ ഒരു തലം കൂടി അതിനുണ്ട് എന്നുള്ളത് നമ്മളൊക്കെ ഇതിൽ വന്നതുകൊണ്ട് നമുക്ക് ബോധ്യപ്പെട്ടു. പാരൻറ്റിങ്ങിലും പ്രീ മാരിറ്റലിലും ഒക്കെ കുടുംബജീവിതത്തിലൊക്കെ മക്കളെ വളർത്തുന്നതിലൊക്കെ അത് ഒരുപാട് ഉപകരിക്കുന്ന കാര്യങ്ങളാണ്. ശരിക്കും നമ്മൾ ഓഫീസിലായാലും അതിലൂടെ തന്നെ അവർക്ക് എങ്ങനെ ആ പ്രശാന്തിയിലേക്ക്, ആ പ്രശ്നത്തിലൂടെ തന്നെ എങ്ങനെ അവരിലേക്ക് ആ പ്രകാശം കടത്തിവിടാമെന്നുള്ളത് അതറിയാം. ഇതിലേക്ക് വരിക തന്നെ വേണം. സാറിൻ്റെ ആദ്യത്തെ ഒരു വാക്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരിത് ഒന്ന് കഴിഞ്ഞതോട് കൂടിയിട്ട് ആ അനുഭവത്തിലൂടെ പറയുന്നത് കൊണ്ടാണ് സാറിൻ്റെ ക്ലാസ്സിന് അത്ര, സാറിന് അനുഭവിച്ച കാര്യമായതുകൊണ്ടാണ് സാർ ആ ക്ലാസ് എടുക്കുമ്പോഴും നമുക്ക് അത്രത്തോളം അത്. ഹായ് ഓൾ, അപ്പോൾ സക്സസ് വാലിൻ്റെ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ്. ഇത് നമ്മോടൊപ്പം ഉള്ളത് റിട്ടയർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ഫുഡ് ആൻഡ് സേഫ്റ്റി ബദർനീസ്തയാണ്. വെൽക്കം മാം ടു സക്സസ് വാലി. നെക്സ്റ്റ് പ്രബീഷേട്ടനാണ്, കണ്ണൂർ മയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ പ്രബീഷേട്ടനെ നമ്മുടെ സക്സസ് വാലിയിലേക്ക്, പോഡ്കാസ്റ്റിലേക്ക് വെൽക്കം ചെയ്യാണ്. മോസ്റ്റ് വെൽക്കം. അപ്പം ഇനി ഇവർക്ക് എന്താ പറയാനുള്ളത് നമ്മളെ സക്സസ് വാലിയുടെ മൊയ്നു സാറിൻ്റെ ട്രെയിനിങ്ങിനും തെറാപ്പിയൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷമുള്ള ഇവരുടെ എക്സ്പീരിയൻസ് എന്താ ഷെയർ ചെയ്യാനുള്ളത് നമുക്ക് കേൾക്കാം. ഓക്കെ, വെൽക്കം ഓൾ. സാറിന്റെ പുസ്തകം വായിച്ചതിലൂടെയാണല്ലേ ആദ്യമായിട്ട് മൊയ്നു സാറിന്റെ ഒരു പുസ്തകം പിന്നെ എവിടുന്നോ ഒരു വീട്ടിൽ നിന്ന് എനിക്കിങ്ങനെ കിട്ടിയിരുന്നു. ബന്ധങ്ങളുടെ മനഃശാസ്ത്രം എന്നുള്ള ഒരു ബുക്ക് കിട്ടിയിരുന്നു. അപ്പൊ അതിങ്ങനെ വെറുതെ വായിച്ചു നോക്കി. അതിലിങ്ങനെ ഒരു ലെറ്റർ എഴുതുന്ന മാതിരിയായിട്ടാണല്ലോ സാറ് എഴുതിയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ബുക്ക്. ബന്ധങ്ങളുടെ മനഃശാസ്ത്രത്തിന്റെ ഒരു ഭാഗമേ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് എനിക്ക് അതിന്റെ 4-5 ഭാഗങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിങ്ങനെ വായിച്ചപ്പോ എനിക്ക് എന്നെ അന്ന് അത്ഭുതപ്പെടുത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ സാറ് ഒരു അഡ്വക്കേറ്റ് മൊയ്നുദ്ദീൻ എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പോഴും ബുക്കിലാണ് സാറ് ബേസിക്കലി അഡ്വക്കേറ്റ് ആണ്. പിന്നെ പക്ഷെ അപ്പൊ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ MSc പഠിച്ചതാണ്, MSc കെമിസ്ട്രിയാണ്. പിന്നെ അപ്പോൾ എൻ്റെ പഠനത്തിന്, ഭൗതികമായ പഠനത്തിൻ്റെ ഇടയിൽ എനിക്കിങ്ങനെ കാര്യങ്ങളൊന്നും പഠിക്കാനും മനസ്സിലാക്കാനും ഒന്നും കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ഒരു വേദന എനിക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ആ ബുക്കിലേക്ക് നോക്കാനുള്ള കാര്യം അതാണ്. ഈ അഡ്വക്കേറ്റ് ആയിട്ടും, അതും എൻ്റെ ഹസ്ബൻഡും അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ അഡ്വക്കേറ്റ് ആയിട്ടും പിന്നെ ഇങ്ങനെയൊക്കെ തരത്തിൽ ചിന്തിക്കാനും എഴുതാനും ഒക്കെ കഴിഞ്ഞല്ലോ എന്നുള്ള ആ ഒരു അഡ്മിറേഷനാണ്, ആ ഒരു ക്യൂരിയോസിറ്റി. അതെങ്ങനെയൊക്കെ അപ്പോൾ ഇയാൾ എന്തെങ്കിലും ഒന്ന് കാണാനും ചോദിക്കാം, നിങ്ങളെങ്ങനെ ഇതിൻ്റെ ഇടയിലൊക്കെ ഇത് പഠിച്ചത് എന്നുള്ളത് അന്വേഷിക്കണം, അങ്ങനെ എഴുതാൻ പറ്റിയെന്നൊക്കെ ഉള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടായിരുന്നു. അപ്പോൾ മോൾക്കൊരു വിഷയം വന്നപ്പോൾ 1-2 പേരെടുത്ത് ഇങ്ങനെ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു പോയിരുന്നു. പക്ഷെ അവൾ BSc നഴ്സിംഗ് കഴിഞ്ഞതുകൊണ്ട് തന്നെ അവരെക്കാളും ഭംഗിയായിട്ട് അവൾക്ക് തന്നെ ആ കാര്യങ്ങൾ അറിയായിരുന്നു. അതുകൊണ്ട് അതൊട്ടും ഉപകാരപ്പെട്ടിട്ടില്ല. അപ്പോഴാണ് ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഒരാളെടുത്ത് ഞാൻ എത്തണം, പ്രശ്നങ്ങൾ പറയണ്ട, അതൊരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ആ ദൈവാനുഗ്രഹത്തോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ഒരു സാറിനെ ദൈവം എത്തിച്ചു തന്നു. അത് അന്നും ഇന്നും എന്നത്തേക്കുമുള്ള ലൈഫ് ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ എന്ന് പറഞ്ഞ മാതിരി ഈ ജീവിതത്തിലേക്കും മറ്റൊരു ജീവിതത്തിലേക്കുമുള്ള ഒരു വെളിച്ചം പകർന്നു തന്നൊരു വ്യക്തി തന്നെയാണ് സാറ്. ഇവിടേക്ക് മാത്രമല്ല, എൻ്റെ ജീവിതത്തിന് തന്നെ പരിഹാരമായിട്ട് ഒരു വേറെ തലത്തിലേക്ക് തന്നെ ഉയർത്താൻ, വളരാനും ജീവിക്കാനും ഒക്കെ ഉള്ള ഒരു തലത്തിലേക്ക് എത്തിച്ച സാറിൻ്റെ ക്ലാസ്സിലൂടെ തന്നെയാണ്. അപ്പം അങ്ങനെ മാറാൻ ആഗ്രഹിക്കുന്നവർ, മാറണമെന്ന് താല്പര്യമുള്ളവർക്ക് മാത്രമാണ് ഇതിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നതും. അങ്ങനെ എത്തിപ്പെട്ടവർ മഹാഭാഗ്യവാന്മാർ എന്നുള്ളതാണ് പറയാൻ കഴിയുക. അപ്പോൾ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. നമ്മളതിന് പരിഹാരങ്ങൾ തേടി പലതും ഓരോരുത്തരെ ചുറ്റുപാടനുസരിച്ച് ഓരോ പരിഹാരങ്ങൾ ഓരോരുത്തർ കണ്ടുന്നത്. ഇപ്പം ലഹരി ഒരു പരിഹാരമാണ് താൽക്കാലികമായി മറക്കാൻ. ഇതൊരു ലഹരിയാണ്, എന്നേക്കുമുള്ള സൈഡ് എഫക്ട്സ് ഇല്ലാത്തൊരു ലഹരിയാണ്. അപ്പോൾ ആ ലഹരി ഏതാന്നുള്ള, ജീവിതം തന്നെ ലഹരിയാണ് എന്നാണ് നമ്മളെ ഗവൺമെൻറ് പറയുന്നത്. ഗവൺമെൻറ്റിന് മുദ്രാവാക്യം അങ്ങനെയാണ്. അപ്പോൾ അതും തിരിച്ചറിയാത്തവരാണ് മറ്റുള്ള ഇതിലോട്ട് പോകുന്നത്. ഇങ്ങനെയും ലഹരികൾ, അതല്ലാത്ത രീതിയിലുള്ള ലഹരികളും ഉണ്ട് എന്നുള്ളത് മനസ്സിലാകുമ്പോഴാണ് ആളുകൾ അതിലേക്ക് എത്താനും അത് തിരിച്ചറിയാനും. ആ ലഹരികൾ ഉപയോഗിക്കുന്നവരെന്ന് വെച്ചാൽ അവരാ പ്രശ്നങ്ങളെ ഒന്ന് മൂടി വെക്കാൻ വേണ്ടി ഇത്രയേ ഉള്ളൂ മാത്രം. സൈഡ് എഫക്റ്റ് അല്ല. ഞാനും വന്നത് ക്ലാസ്സിൽ അങ്ങനെ തന്നെയാണ്. എൻ്റെ തൽക്കാല പ്രശ്നത്തിന് ആശ്വാസം തേടി തന്നെയാണ് ഞാനും വന്നത്. ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചൊരു കാര്യങ്ങളും ഇതൊക്കെ എൻ്റെ കിട്ടിയ എന്താ പറയുക
ലോട്ടറിയാണ്. ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം. പൂ ചോദിച്ചപ്പോ പൂക്കാലം എന്ന് പറഞ്ഞ മാതിരി അതാണ് ശരിക്കും. അപ്പോൾ പല ചോദ്യങ്ങൾക്കും പല പ്രാർത്ഥനകൾക്കും ഉത്തരം കിട്ടാത്തത് ചിലപ്പോൾ അത് മാറ്റി വെക്കുന്നത് ഇങ്ങനെ ഒരു പൂക്കാലം തരാൻ വേണ്ടിയിട്ടായിരിക്കും. രണ്ട് ചോദിച്ചിട്ട് ഒന്നാകെ തരാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ ഇപ്പം എൻ്റെ എന്താ പറയുക സ്പിരിച്വലായിട്ടുള്ള അതിലെന്ന് പറഞ്ഞാൽ ഒരുപാട് വളരാൻ അതിലാഴത്തിൽ ചിന്തിക്കാനൊക്കെ ഈ ക്ലാസ് കൊണ്ട് തന്നെയാണ് എനിക്ക് സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ വായിച്ചപ്പം ശരിക്കും മൂസ അലൈഹി ഇസ്ലാമിൻ്റെ മുന്നിൽ ആ കടലല്ല മാറിയത്, ആ കടലായിരുന്നു അവിടെ പ്രശ്നം. മുന്നിലൊരു കടൽ, ചെങ്കടലാണല്ലോ ഉള്ളത്, കടലായിരുന്നില്ല മാറിയത്, അതിലൂടെ ഒരു വഴിയായിരുന്നു കിട്ടിയത്, ഒരു പാത്ത്. നമ്മൾ പ്രശ്നങ്ങളിൽ തന്നെ ഒരു പാത്താണ് കിട്ടിയത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര കണക്റ്റഡായി തോന്നി എൻ്റെ ലൈഫായിട്ട് നോക്കിയപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം എൻ്റെ പ്രശ്നം വന്ന് ഞാൻ പറഞ്ഞു തന്നെ സാറിനോട്, സാർ എന്നോടൊരു 100 വട്ടം ചോദിച്ചിട്ടുണ്ടാവും, മോളും ഹസ്ബൻഡും ഒരു ദിവസം സന്തോഷമായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താവും? ഞാൻ ഹാപ്പിയാണ്, എൻ്റെ പ്രശ്നം സോൾവ് ആണ്, എൻ്റെ പ്രശ്നം ഇപ്പം അപ്പം അതല്ലേ ഉള്ളൂ, എനിക്കതല്ലേ അപ്പം പ്രശ്നമുള്ളൂ. ആ പ്രശ്നം മാറി നമ്മൾ പ്രശ്നം സോൾവ് ആയ പിന്നെ നമുക്ക് എന്താ പ്രശ്നം? അങ്ങനെയല്ലേ? അപ്പോൾ പ്രശ്നം വേറെയാണ്, ദുഃഖം വേറെ. അതൊന്നും അറിയില്ല. പ്രശ്നം വേറെ, ഇമോഷൻ ഒന്നും ഇല്ല, അങ്ങനെ ഒരു സാധനമൊന്നും ഇല്ല, അതൊന്നും അറിയുന്നില്ല. പ്രശ്നത്തിന് പ്രശ്നമായിട്ട് കാണുക എന്നുള്ളതല്ലാതെ ഒരു ഇമോഷൻ അതിനോട് ചേർന്നുണ്ടെന്നും ഈ ഇമോഷൻ എനിക്കകത്തുണ്ട് എന്നുള്ളതും അതിനെ ഇല്ലാതാക്കാന്നുള്ളതും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഈ കണ്ട കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല. എൻ്റെ അഹങ്കാരവും എൻ്റെ അശ്രദ്ധയും എൻ്റെ അറിവില്ലായ്മയും അങ്ങനെ തന്നെ ഞാൻ പറയാം. ഇതൊക്കെ കൂടെ കൂടിയിട്ടുള്ള ഒന്നായിരുന്നു ഞാൻ. അപ്പോൾ വിൽ പവറിന്ന് സെൽഫ് പവറിലെത്തി, സെൽഫ് ലവിലേക്ക് എത്തി, ആ ഒരു എംപവർമെന്റ് നടന്നു ഒക്കെ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇതെന്താ പറയുക, മോട്ടിവേഷൻ ക്ലാസ് അല്ലാന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ്. സാറിങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നമ്മളെ പഠിപ്പിച്ച് വിട്ടതല്ല, നമ്മൾ ജീവിതത്തെ വേറെ തലത്തിലേക്ക് ഉയർത്താൻ ആവശ്യമായ ടൂൾസ് നമുക്ക് തരികയായിരുന്നു. അതുകൊണ്ട് നമ്മളെ പ്രശ്നമല്ല അവിടെ സോൾവ് ആണ്, പ്രശ്നത്തിൻ്റെ ഇടയിൽ എങ്ങനെ പ്രശാന്തി കണ്ടെത്താം എന്ന ആ ഒരു ബോധ്യത്തിലേക്ക്, തിരിച്ചറിവിലേക്ക്, അനുഭവത്തിലേക്ക് നമ്മളെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിനാവശ്യമായ തെറാപ്പികളും കാര്യങ്ങളും ടൂൾസും തന്നു. അല്ല തന്നു എന്ന് പറഞ്ഞാൽ എനിക്കൊരു മിക്സി കിട്ടിയിട്ട് ഞാനത് ഉപയോഗിക്കാണ്ട് അവിടെ ഇട്ടിട്ട് പിന്നെ ഞാൻ അമ്മമ്മേലെ ഇറക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ പോയിട്ട് മിക്സി കൊണ്ട് അടിക്കുകയാണെങ്കിൽ അതൊരു കാര്യമില്ലല്ലോ. എനിക്ക് ഞാനത് ഉപയോഗിക്കുമ്പോഴല്ലേ എനിക്കത് ഉപകാരമാവുക. അതുപോലെ ഉള്ളൂ. സാറ് ടൂൾസ് ഇഷ്ടം പോലെ തന്നിരിക്കണോ, ഇനി ഒന്നും തരാനുണ്ടോന്ന് എനിക്ക് ഓരോ ക്ലാസ് കിട്ടും, ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെയും തോന്നുക. ഓരോ ഓൺലൈൻ ക്ലാസ്സുകൾ ഇങ്ങനെ വരുമ്പോഴാണ് ഇനിയും ഉണ്ടോ എന്നുള്ള ആ ഒരു ഇത് നമ്മൾ അറിയുന്നത്. അതിന് മാത്രം സാർ ഓൾറെഡി തന്നിരിക്കുന്നു നമുക്ക് ക്ലാസ്സുകളിലൂടെ തന്നെ. അപ്പോൾ ഇനിയും കിട്ടുമ്പോഴിങ്ങനെ ഇങ്ങനെ ഒരു തലം കൂടി ഉണ്ടില്ലേ എന്ന്, സെൽഫ് ലവ് ഒക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു തലം കൂടി ഉണ്ടില്ലേ. പിന്നെ മൊയ്തു സാറിന്റെ ഒരു പ്രത്യേകത, ഒരു യുണീക്നെസ് എന്താ വെച്ചാൽ നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഇപ്പോൾ ഭദ്രത ഇവിടെ വന്നു, പ്രബീഷ് സാർ, പിന്നെ പലരും ഇതിനു മുന്നേ നമുക്ക് പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പലരും നമ്മുടെ സ്റ്റുഡിയോക്ക് വന്നിട്ടുണ്ട്, സക്സസ് വാലിന്റെ NLP ട്രെയിനിങ്ങിലൂടെ കടന്നു. പക്ഷെ ഇവരിലൊക്കെ ഉള്ള ഒരു യുണീക്നെസ് എന്താണെന്നറിയോ, ഓരോരുത്തരും ഇപ്പോൾ ലൈഫ് ചേഞ്ചിങ് ട്രാൻസ്ഫോർമേഷൻ ജേർണിയാണ് ഷെയർ ചെയ്തത്. എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, ഇപ്പോൾ പ്രബീഷ് 3 വർഷമായി എന്ന് പറഞ്ഞു, ഭദ്രത 14 വർഷമായി എന്ന് പറഞ്ഞു, എല്ലാവർക്കും ഗ്രേറ്റ് ചേഞ്ചസും സ്വന്തം ജീവിതത്തിന്റെ ഹാപ്പിനെസ്സുമാണ് ഷെയർ ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം നേരത്തെ നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് ഭദ്രത സാർ, നമ്മൾ എന്ത് ചെയ്യാണ്, സെൽഫ് ഇൻഡിപെൻഡന്റ് ആക്കുകയാണ്. അത് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും സാർ നമുക്ക് ടൂൾസ് ആൻഡ് തെറാപ്പീസ് എല്ലാം നമുക്ക് ആക്ച്വലി സാർ പഠിപ്പിച്ചെന്നു പറയാൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് തന്നു. ഷെയറിങ് ആണ്. അതുകൊണ്ടാണ് ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ധൈര്യമാണ് ആ ഒരു ടൂൾസും ടെക്നിക്സും നമുക്ക് സെൽഫ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സെൽഫ് സഫിഷ്യൻസിയിലാണ് സാർ എത്തിച്ചിട്ടുള്ളത്. അതെനിക്ക് ഒരുപാട് എന്താ പറയാ, എന്നെ സംബന്ധിച്ചിടത്തോളം ഗ്രേറ്റ് കാര്യമാണ്. മുമ്പൊക്കെ പല സമയത്തും ആദ്യമായിട്ട് സാറിന്റെ സെഷനിൽ വന്നപ്പോൾ, സാറിന്റെ സെഷനിൽ വന്നപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വന്ന സമയത്ത് ഭദ്രത പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പരാതികളും ചോദ്യങ്ങളും ചോദിക്കുന്നു സാർ അടുത്ത് പ്രശ്നങ്ങളെ കുറിച്ചിട്ട്. അപ്പോഴും ചിലതും സാർ എന്ത് ചെയ്യൂല, ഉത്തരം തന്നിട്ടില്ല, ചില വിഷമിച്ചിട്ടുണ്ടെന്നൊക്കെ, ഒഴിവാക്കപ്പെട്ടു തടയപ്പെട്ടു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. സാറിന്റെ പിന്നാലൊക്കെ കുറെ നടക്കും, കുറെ ഉത്തരം കിട്ടും, കുറെ കിട്ടില്ല, കുറെ മൈൻഡ് ചെയ്യാതെ വിടും. പക്ഷെ അതിലൂടെയൊക്കെ എന്നെ പഠിപ്പിക്കുകയായിരുന്നു, എന്നെ സെൽഫ് ഇൻഡിപെൻഡന്റ് ആക്കുകയായിരുന്നു എന്നുള്ളത്, എന്നെ വളർത്തുകയായിരുന്നു എന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലായില്ല. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം നിന്നിങ്ങനെ നോക്കുമ്പോൾ
ഇപ്പൊ നിന്നിട്ട് ഇവിടെ നിന്നിട്ട് നമ്മൾ ഏറ്റവും ഉയരത്തിൽ ഇങ്ങനെ കയറി നിന്നിട്ട് താഴെ നമ്മൾ വന്ന വഴി ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാവും നമുക്കൊരു ഇതൊക്കെ ഞാൻ കയറിയോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ. ആ ഒരു ഫീലിംഗ് ഞാൻ നന്നായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ബോധ്യപ്പെടുന്നുണ്ട്. പിന്നെ ഇപ്പൊ ലൈഫിൽ ഓരോ ഇഷ്യൂസ് വരുമ്പോ, പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാണ്, സെൽഫായിട്ട് മുന്നോട്ട് പോകാൻ പോകാം. പറ്റുന്നത് മുമ്പ് പ്രശ്നം വരുമ്പോൾ നമുക്ക് പേടിയായിരുന്നു. പേടിയാണ്. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഇനിയിപ്പോ ഇനി അടുത്തത് വരുന്നുണ്ട്, അങ്ങനെയാ നമ്മൾ സമീപിക്കണേ. ഇനി അടുത്ത തലവേദന അത് നിങ്ങൾ വരുന്നുണ്ട്. മാത്രല്ല, അതെല്ലാരും അങ്ങനെ തന്നെയാണ് ആലോചിക്കുന്നത്. അല്ല, നമ്മളും അങ്ങനെ ആയിരുന്നു, നമ്മൾ അതിൽ പെട്ടതാണ്. ആ കള്ളിയിൽ നിന്നാണ് ഈ കള്ളിയിലോട്ട് മാറി നിൽക്കുന്നത്. അപ്പൊ നമുക്ക് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, അടുത്ത പ്രശ്നമുണ്ട്, അടുത്ത തലവേദന ഉണ്ട്, ഒന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇപ്പൊ അടുത്ത അടുത്ത് വരുന്നുണ്ട് വരുന്നുണ്ട്. എന്നുള്ള ഒരു ഫീലിംഗിലാണ് നമ്മൾ ഓരോ കാര്യത്തിനെയും നമ്മളും സമീപിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇപ്പൊ അടുത്ത് വരാൻ വേണ്ടി ഫ്യൂച്ചറിലേക്കാണ് കാത്തിരിക്കുന്നു. focus ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ഇപ്പൊ അടുത്തത് വരാൻ വേണ്ടി ആ കാത്തുകൊള്ളി. പറഞ്ഞോട്ടെ, സാറിന്റെ ക്ലാസ് അവസാനിപ്പിക്കുന്നതന്നെ അങ്ങനെയാണ്, വെൽക്കം ഓൾ ദ പ്രോബ്ലംസ്. അപ്പൊ ആദ്യമൊക്കെ ക്ലാസ്സിൽ നിന്ന് വിചാരിക്കണം പിന്നെ പ്രശ്നമായിട്ടായിരിക്കും പിന്നത്തെ പ്രാവശ്യം വരിക ആയിരിക്കും. ഇത് അന്ന് വെൽക്കം ചെയ്തു പോകാനെ കൊണ്ട് അപ്പൊ ഒരുപാട് പ്രശ്നമായിട്ടാണ് വീണ്ടും വന്നേന്. പക്ഷെ അവിടെ വന്നിരുന്ന് സാറിന്റെ ആദ്യത്തെ ഒരു വാക്കില് അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ഒന്ന് കഴിഞ്ഞതോട് കൂടിയിട്ട് ആ ചോദ്യത്തിനൊക്കെ ഉള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഒരിക്കൽ എഴുന്നേറ്റ് സാറിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എനിക്ക് ഈ പ്രശ്നം ഉള്ളിലുണ്ട് എന്നുള്ളത്? സാറിന് എങ്ങനെയാ മനസ്സിലായത്? അതന്നെയാണല്ലോ ഇവിടെ പറഞ്ഞത്. ഇന്ന് ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ച കാര്യമാണല്ലോ സാർ ഇവിടെ സംസാരിച്ചത്, അത് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായേ? അന്ന് നമുക്കത് അറിയില്ലല്ലോ. ഇപ്പം നമുക്കൊരാൾ സംസാരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ എവിടേക്കോ പിടിയിട്ടുന്നുണ്ടല്ലോ, കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഇങ്ങനെ പിടിയിട്ടുണ്ട്. അന്ന് ഇങ്ങനത്തെ ഒന്നും ഒരു അറിവുമില്ല. ഞാൻ പറഞ്ഞില്ല, അന്ന് സാറിങ്ങനെ ചിരിച്ചപ്പോഴൊക്കെ ക്ലാസ് വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ എനിക്ക് സമയമില്ല എനിക്ക് ക്ലാസ് വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ സാറ് ചിരിച്ച ആ ചിരി ഉണ്ടല്ലോ എന്നും എൻ്റെ ഇതിലുണ്ട്, ഓർമ്മയിലുണ്ട്. കാരണം ഇതൊക്കെ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ ആവുന്നൊരവസ്ഥ സാറന്ന് കണ്ടിട്ടുണ്ടാവും, ഞാൻ കണ്ടിട്ടില്ലെങ്കിലും. സാറ് പറയാറുണ്ട് ഒരുപാട് തർക്കം കൊണ്ടും ചോദ്യങ്ങളും കൊണ്ടൊക്കെ വന്നിട്ടുള്ള ഒരാളാണ്. ഒരുപാട് മാറ്റം, ഞാൻ എൻ്റെ മാറ്റങ്ങളൊക്കെ സാറിനോട് ഷെയർ ചെയ്യാറുമുണ്ട്. അപ്പോഴപ്പോഴായിട്ടൊക്കെ ഷെയർ ചെയ്യും. കാരണം അന്നത് നമുക്ക് വല്ലാത്തൊരു സന്തോഷമല്ലേ ഓരോ കാര്യങ്ങളിലും നമുക്കപ്പോൾ കിട്ടുന്ന സമയത്ത്. ഇപ്പം അനുഭവിക്കുന്നതിനേക്കാളും പെട്ടെന്നൊരിത് കിട്ടുമ്പോഴുള്ള ആ ഒരു ഇതുണ്ടാവില്ലേ നമുക്ക്. അതിന് മാറ്റം വന്നപ്പോൾ അപ്പം അത് പറഞ്ഞതിൽ ഞാൻ മിണ്ടാതെ നിന്നു. എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ നമ്മളെന്താ ഷെയർ തെറാപ്പിയൊക്കെ ചെയ്യുന്നില്ലേ നമ്മൾ, ക്രിറ്റിസിസത്തിൻ്റെ ഒക്കെ, അപ്പൊക്കെ മിണ്ടാണ്ടിരിക്കാൻ. മറ്റേതാ പറഞ്ഞതിനൊക്കെ പിന്നാലെ നമ്മളും കൂടുകയല്ലേ ചെയ്യണേ. എന്തിനാ അങ്ങനെ പറഞ്ഞു, ഇന്ന അങ്ങനെ പറഞ്ഞില്ലേ എന്നും പറഞ്ഞിട്ടുള്ള ഒരു പരാതിയല്ലേ. അപ്പം അതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴേ, ക്രിറ്റിസിസം തെറാപ്പിയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴേ എൻ്റെ മോൻ തന്നെ അറിയാം, ഒരു കസാലിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ, സുഖമല്ലേ, 2 കസാല കിട്ടാനല്ലേ ഉള്ളൂ, അതും കസാലയും വേണ്ട, നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചാൽ മതി കസാല. അവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പോലും ചിലപ്പോൾ എന്നോട് അങ്ങനെ പറയും. പറഞ്ഞു കഴിയുമ്പോൾ അവന് ചിലപ്പോൾ ഫീൽ ചെയ്യും അവൻ പറഞ്ഞത് ശരിയായില്ല, കുറച്ച് കൂടി പോയി ഉമ്മാനോട് പറഞ്ഞത് എന്നുള്ളത് ഫീൽ ചെയ്യും. പറയും നിങ്ങൾ വേഗം കസാല ഇട്ടോളിന്ന് പറയും. നിങ്ങൾക്ക് പിന്നെ തെറാപ്പി ഉണ്ടല്ലോ ഇഷ്ടം പോലെ ചെയ്യാൻ, ഏതെങ്കിലും ഒന്ന് എടുത്ത് ചെയ്തോളിന്ന്. ആ കസേര വെച്ചിട്ട് അവരങ്ങി ചെയ്യുന്നത് അല്ലേ? അതെ, ക്രിറ്റിസിസം അവർ അംഗീകരിക്കില്ല, നമ്മളെ മാറ്റമൊന്നും അംഗീകരിക്കില്ല. പക്ഷെ അവർക്ക് അറിയാം. അതാണ് അതിൻ്റെ ഒരു വേറൊരു രസം. നമ്മൾ ഇത്രയും മാറിയിട്ടുണ്ടെന്നുള്ളതോ പഴയ അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടുണ്ട് ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്നതിൽ, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. സമ്മതിച്ചു തരില്ല അവരാരും, ആരും സമ്മതിച്ചു തരില്ല. പക്ഷെ അത് മുമ്പ് അതൊരു വലിയൊരു വേദനയായിരുന്നു കേട്ടോ സത്യത്തിൽ. ഇവരൊന്നും മനസ്സിലാക്കിയില്ല, ഇപ്പം ആരും മനസ്സിലാക്കില്ല. അതൊക്കെ ആ സെൽഫ് ലവ് ക്ലാസ്സിന് ഞാൻ കിട്ടണം. മനസ്സിലാക്കുന്നുണ്ടല്ലോ. അതന്നെ, അതിപ്പോൾ ആരും മനസ്സിലാക്കണം. കാരണം സാർ ഒരു ക്ലാസ്സിൽ അന്ന് സെൽഫ് ലവിൽ പറഞ്ഞില്ല, ആ സെൽഫ് കണ്ടംപ്റ്റ് എന്ന് പറയുന്നത് നമ്മളുള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അത് മറ്റാരിൽ നിന്നും കിട്ടാനുള്ളതല്ല എന്നൊരു ക്ലാസ്സിൽ അന്ന് പറഞ്ഞായിരുന്നു. ഭർത്താവ് അല്ലേ, ആ ആത്മസംതൃപ്തി എന്ന് പറയുന്നത് ഭർത്താവ് തരുന്നോ മക്കള് തരുന്നോ വേറെ ആരിൽ നിന്നും കിട്ടുന്നോ കരുതാനുള്ള ഒരു സാധനമല്ല, അങ്ങനെ കാത്തിക്കാനുള്ള ഒരു സാധനമല്ല. ഞാൻ എന്നിൽ കണ്ടെത്തേണ്ട ആ ഒരു ഇത് കിട്ടിയപ്പോൾ ശരിയല്ലേ. ആരും ഇപ്പം ഞാൻ നന്നായി എന്ന് പറഞ്ഞിട്ട് ഇപ്പം എനിക്ക് സന്തോഷിക്കാൻ കഴിയും. സർട്ടിഫിക്കറ്റ് തരേണ്ട ആവശ്യമില്ല. അപ്പൊ ആരും അംഗീകരിച്ചാൽ എന്ത്, അംഗീകരിച്ചില്ലെങ്കിൽ എന്ത്, നമ്മൾ അംഗീകരിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. എന്റെ മാറ്റം എനിക്കറിയാം, അത് മതി. അത് മതി. അതെ, ഞാൻ എന്തായിരുന്നു എന്ന് എനിക്കറിയാം മുമ്പ്, ഇപ്പോഴെന്താന്ന് എനിക്കറിയാം, ആകാൻ ആഗ്രഹിക്കുന്ന തലം എനിക്കറിയാം, ഇനി എത്രത്തോളം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം ഇവിടെ ഒന്നും നിർത്തിയിട്ടില്ല, നിന്നിട്ടുമില്ല, ഇത് തുടരുകയാണല്ലോ ഈ യാത്ര. നമ്മൾ ഓൾറെഡി ഒരു യാത്രയാണ്. ആ യാത്ര അവസാന ശ്വാസം വരെ. സാർ ഒരു ക്ലാസ്സിന് ഇങ്ങനെ ചോദിച്ചായിരുന്നു, ആദ്യം സമയമില്ല പറഞ്ഞു ക്ലാസ്സിൽ വരാനും, എന്നിട്ട് പിന്നെ ഒരു ക്ലാസ് ഒന്നും എഴുന്നേറ്റ് പോകുന്നുമില്ല, എല്ലാ ക്ലാസ്സിനും ഇവിടെ വരുന്നുണ്ടല്ലോ, ഇപ്പൊ ഇവിടുന്ന് ആ സമയം കിട്ടിയതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊക്കെ സമയം കിട്ടിയെന്ന്, സമയമൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നതായിരുന്നു, സമയം കിട്ടിയെന്ന്. പിന്നെ ശനി ഞായറൊക്കെ അല്ലേ ക്ലാസ് ഉണ്ടാവുന്നത്, അപ്പൊ ഒരു തിങ്കളാഴ്ചയല്ലേ നമുക്ക് പോകും, അപ്പൊ അതുകൊണ്ട് സമയമൊക്കെ കിട്ടിയെന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം ഒരു ക്ലാസ് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ചോദിച്ചു, പിന്നെ നിങ്ങൾ ഈ ക്ലാസ്സിന് പുറത്താക്കി നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു.
ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. ഞാൻ പോവില്ല, ഞാൻ പോവില്ല, അവിടെ ഞാനും തന്നെ പോവില്ല. ഞാൻ അവിടെ തന്നെ ഇരിക്കുന്നു. പിന്നെ ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ എന്നാ അത് നിർത്തുകയെന്ന് വെച്ചിട്ടുണ്ട്, ക്ലാസ്സിൽ വരവ് എന്നാ നിർത്തുക. ഞാൻ പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ നിർത്തണം അല്ലെങ്കിൽ ഞാൻ മരിക്കണം എന്ന്. ഏതെങ്കിലും ഒന്ന് സംഭവിക്കണം, അന്ന് നിൽക്കും എന്ന് പറഞ്ഞു. ഞാൻ മരിച്ചാൽ പിന്നെ എനിക്ക് വരാൻ കഴിയില്ല, നിങ്ങൾ പരിപാടി നിർത്തണം, ക്ലാസ് എടുക്കൽ പരിപാടി നിങ്ങൾ നിർത്തണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരുപാട് എന്താ പറയാ, ഒരുപാട് ഇങ്ങനെ ഇതാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സാറും കുറേ മെനക്കെട്ടിട്ടുണ്ട്. ശരിക്കും സാറ് പേഴ്സണലി കുറേ എനിക്ക് ഒരുപാട്, എൻ്റെ മകളുടെ വിഷയത്തിലായാലും ഒക്കെ പേഴ്സണലി എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അന്ന് ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലായിരുന്നു. ഇപ്പോൾ ഇപ്പോഴും ആ വിഷയങ്ങളില്ല. അതാ പറഞ്ഞത്, അത് ആ സെൽഫ് ഇതിലേക്ക് എത്തിച്ചത് കൊണ്ട്, ഇൻഡിപെൻഡൻ്റ് ആകാൻ നമ്മളെ അനുവദിച്ചത് കൊണ്ട് ശരിക്കും അതിലേക്കും നമ്മൾ എത്തിക്കുകയായിരുന്നു സാറ്. എല്ലാത്തിലേക്കും നമ്മളങ്ങനെ എത്തിക്കുകയായിരുന്നു, വളർത്തി കൊണ്ടുവരികയായിരുന്നു ശരിക്കും ഓരോ കാര്യങ്ങളിലേക്ക്. അല്ലെങ്കിൽ അന്നൊക്കെ ഉത്തരം പറഞ്ഞു തന്നിരുന്നെങ്കിൽ, അന്ന് ഉത്തരം പറയാഞ്ഞപ്പോൾ ദേഷ്യം പിടിച്ചിട്ടുണ്ട്, നല്ല ദേഷ്യം പിടിച്ചിട്ടുണ്ട്, സങ്കടം വന്നിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോഴൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോഴാണ്, ഓ ഇതിനായിരുന്നു എന്നുള്ളത് അറിയുമ്പോൾ. അതുകൊണ്ടാണ് അന്ന് മറുപടി പറയാതിരുന്നതും, മൈൻഡ് ചെയ്യാതെ പോയതും. മൈൻഡ് ചെയ്തിട്ടുണ്ട്, മൈൻഡ് ചെയ്യാതെയും പോയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ നമ്മളങ്ങനെ ആ സെൽഫ് ഇൻഡിപെൻഡൻസിയിലേക്ക് നമ്മൾ എത്തിച്ചു തരികയായിരുന്നു സാർ. ഓരോരുത്തരെയും ശരിക്കും ഓരോരുത്തർക്കും പറയാൻ, എല്ലാവർക്കും. അത് ഓരോ വ്യക്തികളെ സാറിന് വേറെ വേറെ അറിയാലോ. ഓരോരുത്തരെ സംസാരത്തൊന്നും കണ്ണിലേക്കും ഒക്കെ ആകുമ്പോൾ സാറിന് അറിയാലോ. അപ്പൊ നമുക്ക് ഏകദേശം നമുക്കിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, മുഴുവനല്ലെങ്കിലും എവിടേക്കോ എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ടല്ലോ. സംസാരിക്കുമ്പോൾ ഒക്കെ ഇപ്പോൾ ശരിക്കും നന്നായി ഫീൽ ചെയ്യില്ല, വേറെ ആൾ സംസാരിക്കുമ്പോൾ അതെവിടുന്നാ വരുന്നത് അസങ്ങൾ. അപ്പോൾ ഞാൻ മറ്റുള്ളവരൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുമുണ്ട്. നിങ്ങളെ സംസാരിക്കുമ്പം അത് ആ വ്യക്തിയുടെ, നിങ്ങൾ എന്തിനാണ് ദേഷ്യം പിടിക്കുന്നത്, ആ വ്യക്തിയുടെ മൈൻഡ് സെറ്റ് അല്ലേ. അത് സാറ് ചാണകത്ത് കല്ലിട്ട ഉപമയൊക്കെ പറയാറുണ്ടല്ലോ. ചാണകത്തിലേക്ക് ഒരു കല്ലെറിഞ്ഞാൽ ചാണകം തെറിക്കും, നല്ല വെള്ളത്തിലേക്ക് കല്ലിട്ടാൽ നല്ല വെള്ളം തെറിക്കും. അപ്പം മൈൻഡ് ഓൾറെഡി ക്ലിയർഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് നല്ല വാക്കുകളല്ലേ വരുള്ളൂ. ചാണകം അതിനേക്കാളും നാറി ഇങ്ങനെ ആകെ കലുഷിതമായി കിടക്കുന്ന ഒരു മനസ്സിലേക്ക് എന്ന് പറയുമ്പോൾ ചെറിയൊരു വിഷയം കൂടി, അതൊക്കെ എനിക്ക് നന്നായിട്ട് ഉപകരിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ മകനൊക്കെ ചില കാര്യമൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് പൊട്ടി തെറിക്കുകയായിരുന്നു. ഞാൻ ശരിക്കും പ്രശ്നം എന്നോടൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കൂല, ഇനി ഞാനെന്താ മിണ്ടാണ്ട് നടക്കണം എന്നോട്, ഇങ്ങനെയാണ് ഇതിനെ ഞാൻ പോവാന്നൊക്കെ ഉള്ളത്. പിന്നെ എവിടെയോ വെച്ചിട്ട് എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. ഞാൻ ശരിക്കും ഇപ്പോഴും ആ ഇൻസിഡൻറ്റ് ഓർക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഫീൽ ചെയ്തു, അവൻ്റെ ഉള്ളിൽ മനസ്സെന്ന് പറയുന്നത് ഓൾറെഡി വീർപ്പിച്ച് വെച്ചൊരു ബലൂൺ പോലെ. ഒരുപാട് ഇമോഷൻസ് അവൻ്റേതായിട്ടുള്ള കാര്യങ്ങളിലൂടെ അവനാണല്ലോ അത് അനുഭവിക്കുന്നത്. അപ്പോൾ അതിൽ ശരിക്കും ഒരു വീർപ്പിച്ച് വെച്ച ബലൂൺ പോലെയാണ്. അതിലേക്ക് എൻ്റെ ഒരു വാക്കോ എൻ്റെ ഒരു നോക്കോ ആയിരിക്കും ചിലപ്പോൾ ഒരു മുട്ടുസൂചിയുടെ അതുപോലെ തട്ടുന്നത്, അങ്ങോട്ട് ബേസ്റ്റ് ചെയ്യുന്ന എന്നോട്. അത് ബേസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വ്യക്തി, വെന്റിലേറ്റ് ചെയ്യാനുള്ളത് ഞാനാണ്. ഉമ്മമാരോടല്ലേ പറയുക, മറ്റെവിടെയും നടക്കൂലല്ലോ അത് അത്രയും ഭംഗിയായിട്ട്. അപ്പം അത് മുഴുവൻ എനിക്ക് തരുന്നതാണ്. ഓക്കെ, ഇപ്പോഴത് ഓക്കെ ആയി, സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. ആണ്. കാരണം അവരതിലൂടെ വെന്റിലേറ്റഡ് ആണ്. പിന്നെ അപ്പം അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന സത്യത്തിൽ വരുന്നത്. അവരോട് മുമ്പൊക്കെ ദേഷ്യമായിരുന്നു, ഇവനോടൊന്നും മിണ്ടാൻ പറ്റില്ല, ഉണ്ടായപ്പോൾ അങ്ങനെ ആയി. പക്ഷെ ഇപ്പം നമുക്ക് ആ ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ കുട്ടിയെ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്, ഒരു വിഷമം ഉണ്ടല്ലോ, സംതിങ് അവൻ്റെ ഉള്ളിലുണ്ടല്ലോ, അതും അവന് ക്ലിയർ ആവണേ എന്നുള്ളത്. അപ്പം അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്, നല്ലൊരു ആത്മാർത്ഥമായ പ്രാർത്ഥന. അതിപ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്നവരോടും അങ്ങനെ തന്നെയാണ്, ഞാൻ പറഞ്ഞില്ലേ. കാരണം അവരാണ് നമ്മളുള്ളിൽ ഇത് കിടക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയിച്ചു തരുന്ന മെസ്സഞ്ചറാണ് സത്യത്തിൽ. ഇതെൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്, ഈ വിഷമം എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ പ്രവീഷേട്ടൻ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ചാലും എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ മുമ്പേ ചെയ്തിരുന്നത് നിങ്ങളോട് പിന്നെ മിണ്ടാണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് ഉള്ളിൽ വെച്ച് നിങ്ങളോട് മിണ്ടേണ്ട സാഹചര്യമാണെങ്കിൽ ഉള്ളിൽ വെച്ച് നിങ്ങളോട് സംസാരിക്കുക, ആ മറ വെച്ചോണ്ട് സംസാരിക്കണം. ഇപ്പം അതിന് പകരം എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ നോക്കുന്നു, ഓ ഇതിലൊരു ദേഷ്യം വന്നിട്ടുണ്ടല്ലേ, അപ്പം എന്തിനാണ് ദേഷ്യം വന്നത്, എനിക്കൊരു ദേഷ്യം വന്നിട്ടുണ്ടല്ലോ. അപ്പം അത് നോക്കുമ്പോൾ എനിക്കത് നമുക്ക് കണ്ടുവിട്ടില്ല, അത് നിങ്ങൾക്ക് അറിയാലോ. നമ്മളിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യം കിട്ടും, നമ്മൾ തെറാപ്പി ചെയ്യും. അപ്പം പ്രവീഷണേട്ടനോട് എനിക്ക് സ്നേഹമാണ് വരുന്നത്. കാരണം ഇതെനിക്ക് അകത്ത് ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളത് കാണിച്ചു തന്ന ഒരാളാണ് നിങ്ങൾ. ആ ഒരു ലെവലിലേക്കൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. മറ്റവരോട് വെറുപ്പും വിദ്വേഷവും കൊണ്ടെടുക്കാൻ കാണുമ്പോൾ തന്നെ ഭ്രാന്താവുക എന്നുള്ളൊരവസ്ഥ അല്ലാതെ അവരോട് അൺകണ്ടീഷണൽ ലവ് ശരിക്കും ഇങ്ങനെ എത്തിയതിന് നന്ദി, എത്തിയിടത്തോളം നന്ദി, കിട്ടിയിടത്തോളം നന്ദി. അതൊക്കെ അങ്ങനെയാണ്. ഇനിയും കിട്ടാൻ എത്രയോ ഇരിക്കുന്നു, അതങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും, കിട്ടട്ടെ. അല്ല അങ്ങനെ ഇതായിട്ട് ഇപ്പം
വെച്ചാൽ മുമ്പൊക്കെ എനിക്ക് ആ ഒരു സംശയം ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ക്ലാസ്സിലൊക്കെ വന്നപ്പോൾ ഒരു തെറാപ്പിയൊക്കെ കഴിഞ്ഞ് അവർ നല്ല ഹാപ്പി ആയാൽ നമ്മളൊന്നും അറിയാതെ ആദ്യമായിട്ട് വരുവാണല്ലോ ക്ലാസ്സിലോട്ട്. ഇങ്ങനത്തെ ഒരു കാര്യയെ ലോകത്തെവിടെയും കേട്ടിട്ടും കണ്ടിട്ടും അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യം ഇങ്ങനെ തെറാപ്പി കഴിഞ്ഞാൽ അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് മഴയത്ത് ഓടിക്കളിക്കലും കിടന്ന് കെട്ടിമറിയലും ഒക്കെ കാണുമ്പോൾ വിചാരിക്കും അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. പിന്നെ അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ ഒരു പിന്നെയും തെറാപ്പിയാണ്. അപ്പോൾ അതെന്താ മാറാത്തെ, ആ. ഇത് മാറൂലേ? ഉം. അതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അതിങ്ങനെ സാറ് പറയുന്ന മാതിരി ആ വിഷയത്തിലാണ് ശരിയായത്, പിന്നെ വേറെ വിഷയം അവിടെ കിടക്കുന്നുണ്ട്. അത് നമ്മളിൽ സംഭവിച്ചപ്പോഴാണ് നമുക്കത് ബോധ്യപ്പെടുന്നത്. അപ്പം ആ സംഭവങ്ങൾ കഴിഞ്ഞതുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ മാറിയെന്നോ, ഞാൻ കംപ്ലീറ്റ് ഓക്കെ ആയിന്നോ, ഇനി എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നോ, ഇപ്പം ഇത്രയും പറഞ്ഞൊക്കെ എൻ്റെ മാറ്റങ്ങളാണ്, എന്നിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് എനിക്കിനി ഏത് സിറ്റുവേഷനും എങ്ങനെയും തരണം ചെയ്യാമെന്നും എനിക്കൊരു അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കത് വന്നു കഴിയുമ്പോൾ എന്താണ് അന്നത്തെ ഇതെന്നുള്ളതിൽ അങ്ങനെ. അപ്പം അതിലോട്ടുള്ള പക്ഷെ അതിനെ ഭയക്കുന്നില്ല. പണ്ടത്തെ പോലെ അതിനെപ്പറ്റി ഓർത്ത് ബേജാറാകലും ആ സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നുമില്ല. വരട്ടെ, വരുമ്പോഴല്ലേ അങ്ങനെയുള്ള ആ ഒരു ഫീലിങ്ങിലേക്ക് എത്താൻ കഴിഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ ഓർക്കുന്നത് എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ വരുന്നത്, ഇപ്പോൾ നമ്മൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാലോ എല്ലാം ക്ലിയറായി ഓക്കെ ആയി, ഇനിയിപ്പോൾ ഒരു പ്രശ്നങ്ങളും വന്നാലും പ്രശ്നമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക്. പ്രശ്നങ്ങൾ വന്നാൽ പ്രശ്നമില്ല, നമുക്കതിനെ കൈകാര്യം ചെയ്യാനുള്ള ടൂളുകൾ അറിയുന്നത് കൊണ്ട് നമ്മൾ പണ്ട് ഭയപ്പെട്ട പോലെ ഭയപ്പെടുന്നില്ല, ബേജാറാവുന്നില്ല, വന്നോട്ടെ എന്നുള്ള വെൽക്കം ചെയ്യാനാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാ പ്രശ്നങ്ങളെയും വെൽക്കം ചെയ്യാൻ. അപ്പം അതൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവണേ എന്താണെന്ന് അങ്ങനെ പറഞ്ഞു. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെയും പ്രശ്നങ്ങൾ കൊണ്ട് വന്ന് വിചാരിച്ചു ഇത് വെൽക്കം ചെയ്തിട്ട് വന്നതാ, പിന്നെയും കുറേ പ്രശ്നം എന്നുള്ളത്. അതിനാണ് പ്രശ്നത്തിനാണല്ലോ മാനിഫെസ്റ്റ് ചെയ്തതെന്നുള്ളൊരു ചിന്തയാണ്. അപ്പം അത് തിരിച്ചറിയണം. അങ്ങനെ ഒരുപാട് തിരിച്ചറിവുകളാണ് ശരിക്കും, ഒരു ബോധ്യപ്പെടലുകൾ. എല്ലാവരും പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. പ്രശ്നങ്ങളില്ലാത്തൊരു മനുഷ്യനായ എന്തായാലും പ്രശ്നങ്ങളുണ്ടാവും, വിഷമങ്ങളുണ്ടാവും. പക്ഷെ അതിനെ എങ്ങനെ വൈകാരികമായിട്ട് കൈകാര്യം ചെയ്യാം, അതിലൂടെ എങ്ങനെ ആ ഒരു അവരനുഭവിക്കുന്ന ആ ഒരു വിഷയത്തിലൂടെ തന്നെ എങ്ങനെ ഒരു സമാധാനം പരിഹാരം കണ്ടെത്താം, അതിലൂടെ തന്നെ അവർക്ക് എങ്ങനെ ആ പ്രശാന്തിയിലേക്ക്, ആ പ്രശ്നത്തിലൂടെ തന്നെ എങ്ങനെ അവരിലേക്ക് ആ പ്രകാശം കടത്തിവിടാം എന്നുള്ള ആ ഒരു അതറിയാം. ഇതിലേക്ക് വരിക തന്നെ വേണം. ഒന്ന് മാറ്റത്തിന് നമ്മൾ ആഗ്രഹിക്കണം, ഒരു മാറ്റത്തിന് തയ്യാറാകണം. ആ മാറ്റത്തിന് നമ്മൾ തയ്യാറാകുമ്പോൾ മാത്രമേ ഉള്ളൂ. നമ്മൾ കയ്യിലോ കാലിലോ നമ്മൾ ശരീരത്തിൽ എവിടെ മുറിവ് പറ്റിയാലും നമ്മൾ അതിനെ ചികിത്സിക്കുന്നുണ്ട്. മനസ്സിനേറ്റ മുറിവുകളെ നമ്മൾ മറ്റാരും അറിയുന്നുമില്ല, ചികിത്സിക്കുന്നുമില്ല. ആക്ച്വലി ഹീൽ ചെയ്യേണ്ടത് ശരീരത്തിനാകുമ്പോൾ ഇപ്പം എൻ്റെ കാലിൽ കൂടെ ചോര വരുന്നുണ്ടെങ്കിൽ വേറെ ആൾ കാണുമ്പോൾ ചോദിക്കാം, അയ്യോ എന്താ ചോര വരുന്നത്, നമുക്ക് അത് ഡ്രസ്സ് ചെയ്യാം, ഡോക്ടറെ അടുത്ത് പോകാം, ഇഞ്ചക്ഷൻ വെക്കാം, ഇതൊക്കെ മറ്റുള്ളവരും കൂടി നമുക്ക് ചെയ്തു തരും. പക്ഷെ എൻ്റെ ഹൃദയത്തിനേറ്റ മുറിവുകൾ ഒരാളും കാണുന്നില്ല. ആക്ച്വലി അതാണ് നമ്മൾ ഹീൽ ചെയ്യേണ്ടത്. ശരിക്കും അത് കുഞ്ഞുനാളിലേക്ക് കിട്ടുന്ന വൂൺസ് ആയിരിക്കും. അപ്പം അതിൻ്റെ ഒരു ആവർത്തനം തന്നെ ആയിരിക്കും പിന്നീടുള്ള കാലഘട്ടത്തിലും സംഭവിക്കുന്നത്. അപ്പം അതിൻ്റെ റൂട്ട് കോസ് നമ്മൾ കണ്ടെത്തണമെങ്കിലും ശരിക്കും ഒരു വൂണ്ടഡ് ചൈൽഡ് ഒരു ഡിവൈൻ ചൈൽഡ് എന്നാണ് പറയുന്നത്. അപ്പോഴേ അവരേക്കാണ് ശരിക്കും ഇതിലോട്ട് എത്താൻ പറ്റുക. കാരണം നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലല്ലേ നമ്മളൊരു പരിഹാരത്തെ തേടിയിട്ടും ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും മാറ്റത്തിനൊക്കെ പോകണ്ടുള്ളൂ. ഒന്നും പ്രശ്നമില്ലാത്തവർക്കൊരു പ്രശ്നമില്ലല്ലോ. അപ്പം ആ വിജയം ഇതൊക്കെ നമ്മൾ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിലൂടെ എങ്ങനെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, പുഴയൊഴുകുമ്പോൾ അതിൻ്റെ ആ കളകളം കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കല്ലുകളിൽ തട്ടുക തന്നെ വേണം. അല്ലെങ്കിൽ ഇങ്ങനെ നിശബ്ദമായി ഒഴുകിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഭംഗി ഉണ്ടാവും, ഇതിൻ്റെ ഭംഗി ഉണ്ടാവും, രണ്ടും രണ്ടാണ്. അതും ഭംഗിയാണ്, ഇതും ഭംഗിയാണ്. പക്ഷെ ഇതിൻ്റെ ഭംഗിയാണ് നമുക്ക് കൂടുതൽ ആസ്വാദ്യകരമായിട്ടുള്ളത്. നമ്മളുള്ളിൽ തന്നെ എവിടെയോ ഒരു പുഴ കണ്ടുപോയി, അപ്പോഴേക്ക് ആ കളകളാ ശബ്ദം നമ്മൾ കേട്ടു. സാറും ക്ലാസ്സിലെടുക്കുമ്പോൾ പറയുന്ന പോലെ വിഷ്വലും ഓഡിറ്ററിയും അതൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ടൊക്കെ ലൈഫിൽ എന്തോരം മാറ്റങ്ങൾ വരുത്താൻ പറ്റിയിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മളെ മക്കളായാലും പാർട്ട്ണറായാലും ഒക്കെ അവരാ വിഷ്വൽ ടൈപ്പാണ്, അതുകൊണ്ട് ഞാൻ ഓഡിറ്ററിയാണ്, അതിനെക്കൊണ്ടാണ് അവരങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ ആകുമ്പോൾ ശരിക്കും ഈ മനസ്സിലാക്കിയിട്ട് ജീവിക്കാൻ വേണ്ടി ജീവിക്കാൻ കഴിയും. നിങ്ങളിപ്പോൾ ഇതിലും പാരന്റിങ്ങിലും പ്രീ മാരിറ്റലിലും ഒക്കെ കുടുംബജീവിതത്തിലൊക്കെ മക്കളെ വളർത്തുന്നതിലൊക്കെ അത് ഒരുപാട് ഉപകരിക്കുന്ന കാര്യങ്ങളാണ് ശരിക്കും. നമ്മൾ ഓഫീസിലായാലും അന്ന് പഠിപ്പിച്ചപ്പോഴൊക്കെ ഒരുപാട് കാര്യങ്ങൾ സാറായാലും ഓഫീസിലൊക്കെ ബിസിനസ് ചെയ്യുമ്പോഴൊക്കെ അവരിന്ന തരത്തിലാണെന്ന് മനസ്സിലാകുമ്പോൾ അവരോട് അതനുസരിച്ച് പെരുമാറുമ്പോഴൊക്കെ അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ കുടുംബജീവിതത്തിലായാലും ഞാനൊക്കെ പഠിച്ചപ്പോഴും നല്ലോണം എനിക്ക് വളരെ ഉപകാരപ്പെടുന്നു. കാരണം ഞാൻ നല്ല വിഷ്വലായിരുന്നു അന്ന്. അപ്പോൾ ഹസ്ബൻഡൊന്നും വിഷ്വലേ അല്ല, ഓഡിറ്ററിയാണ്.
അപ്പൊ ഷൂട്ട് കയറി വരുന്നതിനോ സോക്സ് കഴിച്ചിടുന്നതിനോ ആ. ഇതൊക്കെ അന്ന് സാർ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്ന് അങ്ങനെ പ്രശ്നങ്ങൾ ചെറുതായാലും വലുതായിട്ടും ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ ഉള്ളൊരു മാറ്റങ്ങൾ അത് ആ പ്രശ്നത്തോട് കൂടിയിട്ട് ഞാനും നശിക്കാനല്ലാതെ ഇതിൽ നിന്ന് എങ്ങനെ എനിക്കൊരു പ്രശ്നം എന്തിനാണ് ഇതെന്നാ നമ്മളറിയാം. അപ്പൊ സാറ് പറയാറില്ലേ എല്ലാം പഠിക്കുന്നവനെ പഠിക്കൂല. എല്ലാ പഠിത്തത്തിനും നമ്മൾ പോകും, ആ പഠിക്കുന്ന എന്നെ ഞാൻ പഠിക്കൂല. അപ്പം എന്നെ ഞാൻ അറിയാത്തിടത്തോളം കാലം എനിക്കൊന്നും അറിയാൻ പറ്റില്ല. എൻ്റെ എല്ലാ അറിവുകളും ഒരു ഓഫ് നോ യൂസ് എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തും. എന്തറിഞ്ഞിട്ടും കാര്യമില്ല, കാരണം എനിക്ക് പ്രശ്നം വരുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. പക്ഷെ എന്നെ അറിയുമ്പോൾ അതിന് പരിഹാരങ്ങളും കാണാൻ കഴിയുന്നുണ്ടല്ലോ. അതിന് പരിഹാരം ഉണ്ട് എന്നുള്ളൊരു സാറിന്റെ ക്ലാസ്സിലൊക്കെ തന്നെ ഇങ്ങനത്തെ ഒരു സംവിധാനം ഇവിടെ ലോകത്തുണ്ട് എന്ന് നമ്മൾ അറിയുന്ന തന്നെ വലിയൊരു അറിവല്ലേ. അതെ. അതന്നെ നമുക്ക് വലിയൊരു ആശ്വാസമല്ലേ. നമുക്ക് നമ്മളെ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിന് ഇവിടെ പരിഹാരം ഉണ്ട്, ഈ ലോകത്ത് ഇവിടെ തന്നെ സംഭവിക്കാൻ നമുക്ക് തന്നെ എത്തിപ്പെടാവുന്ന തലത്തിൽ ഈ നമ്മളെ കേരളത്തിൽ തന്നെ നമ്മളെ ഈ അടുത്ത് തന്നെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ട് അതിനെന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷകരമായ ആശ്വസിക്കാവുന്ന ഒരു കാര്യമല്ലേ. മറ്റേത് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ഫീലിങ്ങിലല്ലേ നമ്മൾ ഒരു മഹാരോഗമൊക്കെ വന്ന പോലെ. പക്ഷെ ആ മഹാരോഗത്തെക്കാൾ വലുതാണ് ഈ മഹാരോഗം, മനസ്സിനേറ്റ മുറിവുകളും മനസ്സിലുള്ള ഡിപ്രഷൻ ആയാലും ആങ്സൈറ്റി ആയാലും എല്ലാം. പക്ഷെ അതിനൊന്നും ആ തലത്തിൽ ആൾക്കാർ കാണുന്നില്ല. ആരും മനസ്സിനേറ്റ മുറിവുകളെ ഹീൽ ചെയ്യണം എന്നുള്ളൊരു ബോധത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ഒരുപാട് പേരോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാണ് അതൊക്കെ മാറാൻ താല്പര്യമില്ല എന്നല്ല, ഒന്നും നമ്മൾ അങ്ങനെയല്ല നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. ഈ ലോകം എന്ന് പറയുന്നത് അങ്ങനെയാണ് എന്നുള്ളൊരു ഇതിലാണ്. കുറേ സങ്കടം ഉണ്ടാവും, കുറേ സന്തോഷങ്ങൾ ഉണ്ടാവും, ജീവിതം. അതൊക്കെ കൂടിയത്. ഇപ്പം ആരോട് നമ്മൾ എന്താ ലൈഫ് എന്ന് വെച്ചാൽ അതൊരു ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ ഇമോഷനോ അതെന്ത്. കാരണം ആകെ ഇവിടെ ഒരു ഇമോഷനേ അറിയുള്ളൂ. അപ്പം ഇമോഷനോ വികാരമൊന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതിൽ കുറേ സങ്കടം ഉണ്ടാവും, കുറേ സന്തോഷങ്ങൾ ഉണ്ടാവും. അതൊക്കെ കൂടെ അങ്ങനെ സംഭവിക്കണല്ലേ എന്നുള്ളതാണ്. അതിനപ്പുറത്തോട്ട് അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ ഒരു ലൈഫ് ഉണ്ട് എന്നുള്ളത്, ഇങ്ങനെ ഒരു തലം കൂടി അതിനുണ്ട് എന്നുള്ളത് നമ്മളൊക്കെ ഇതിൽ വന്നതുകൊണ്ട് നമുക്ക് ബോധ്യപ്പെട്ടു. നമ്മളത് മറ്റുള്ളവരോടും പറയുന്നു. ഇങ്ങനെയും ഒരു വിളിച്ചു പറയുന്നു. അതെ, സത്യത്തിൽ നമ്മളത് വിളിച്ചു പറയുന്നു. എന്താ ലോട്ടറിക്കാരൊക്കെ വിളിക്കണേ, വരുവിൻ മക്കൾ, വരുവിൻ ഈ നിമിഷം തന്നെ സന്തോഷിക്കാമെന്നുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ, വേരോടെ പോകാനുള്ള, വെറും സൊല്യൂഷൻ അല്ല, വേരോടെ പിഴുതെറിയാനുള്ള ഒരു സൊല്യൂഷൻ ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ള ഒരു മെസ്സേജ്. അതിലേക്ക് എത്തിപ്പെടാൻ പറ്റിയവർ ഭാഗ്യവാന്മാർ. ഇത് നിങ്ങൾ വിശ്വസിക്കുക എന്നിട്ട് അനുഭവിക്കുക എന്നുള്ളതല്ല. ഈ ക്ലാസ്സിൻ്റെ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ട് എന്നുണ്ട്. നമ്മളാദ്യം എല്ലാ കാര്യവും അങ്ങനെ നമ്മൾ വിശ്വസിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണല്ലോ ചെയ്യുക. ഇതല്ല, ഇതങ്ങോട്ട് നിങ്ങൾ വരും, അനുഭവിക്കും, എന്നിട്ട് വിശ്വസിക്കും, അനുഭവിച്ചറിയാം. അനുഭവമാണ്. നമ്മളെ സുഖം എന്ന് പറഞ്ഞപ്പോൾ പ്രതീക്ഷേട്ടന് കിട്ടിയത് പ്രതീക്ഷേട്ടൻ തെറാപ്പി ചെയ്തപ്പോഴും, ഞാൻ തെറാപ്പി ചെയ്തപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അല്ലാണ്ട് നിങ്ങളിത് കണ്ട് ഞാൻ വിശ്വസിച്ചിട്ട് ഇതൊരു ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, അങ്ങനെ ഒരു സാർ ക്ലാസ് എടുക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു സക്സസ് വാല്യൂ ഉണ്ട് എന്നൊന്നും നിങ്ങൾ അനുഭവം കണ്ടിട്ട് പറയല്ല. ഞാനത് അനുഭവിക്കുകയാണ്, ഞാൻ അനുഭവിച്ച് എനിക്ക് ബോധ്യപ്പെടുകയാണ് എൻ്റെ അനുഭവമായിട്ട്. എന്നിട്ട് ഞാൻ വിശ്വസിച്ച് ഞാൻ പറയുകയാണ്. ആ അനുഭവത്തിലൂടെ പറയുന്നത് കൊണ്ടാണ് സാറിൻ്റെ ക്ലാസ്സിന് അത്ര, സാറിന് അനുഭവിച്ച കാര്യമായതുകൊണ്ടാണ് സാർ ആ ക്ലാസ് എടുക്കുമ്പോഴും നമുക്ക് അത്രത്തോളം അതങ്ങനെ ആ സാറ് പറയുന്ന ആ ഒരു പകരുന്ന അവസ്ഥയിൽ നുകരാൻ കഴിയുന്നത്. സാറിന് തന്നെ അനുഭവം. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ഇതുണ്ടായിട്ടൊരു വീഡിയോ ഒരാൾ നടത്തുന്ന ഒരു ക്ലാസ്സിനെ പറ്റി വേറൊരാൾ സോഷ്യൽ മീഡിയയിലൊരു ഇതാണ് അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു തട്ടിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഈ ക്ലാസ് അല്ല. അപ്പോൾ അത് മുഴുവൻ ഞാൻ കേട്ട് നോക്കി എന്താണെന്ന് അറിയാൻ വേണ്ടി. ഞാൻ കേട്ടപ്പോൾ ഞാൻ പൊട്ടൻ, എനിക്ക് സത്യം വന്ന ഫീലിംഗ് അതാണ്, പൊട്ടൻ. കാരണം എനിക്ക് ചോദിക്കാൻ തോന്നിയത് നിങ്ങൾ അത് അറ്റൻഡ് ചെയ്തിരുന്നോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവിലല്ലേ ഇയാൾ പറയുന്നത്. അതങ്ങനെ അവിടെ ഉണ്ട് പോലും, ഇങ്ങനെ ഉണ്ട് പോലും, അങ്ങനെ ഇതാണ് പോലും, അത് തട്ടിപ്പാണ്, ഇത് എന്നൊക്കെ പറയുന്നത് അയാളത് അനുഭവിക്കാത്തത് കൊണ്ടാണല്ലോ. അപ്പോൾ ഇതിനെപ്പറ്റി ഇപ്പം അങ്ങനെ ഒരാൾ പറയുമ്പോൾ നമുക്കറിയാം, ഞാൻ പോയതാണ്, ഞാൻ അനുഭവിച്ചതാണ്, എനിക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റും, നിങ്ങൾക്ക് പങ്കെടുക്കാം. നമുക്ക് ധൈര്യത്തിൽ പറയാലോ, കാരണം നമ്മൾ അനുഭവിച്ച കാര്യമാണല്ലോ. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിലും സന്തോഷത്തിലും പറയാം. ആർക്ക് വേണമെങ്കിലും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. വരുന്നത് അവരുടെ
അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, മാറാൻ താല്പര്യമുള്ള ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു സീക്കറാണെങ്കിൽ ഡെഫിനറ്റ്ലി എത്തിപ്പെടും. ജീവിതത്തിന് മാറ്റം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും. മാറ്റം എന്ന് പറയുന്നത് നമ്മളെ കാറും ബസ്സും മാറ്റലല്ലല്ലോ, മനസ്സിലുള്ള മാറ്റങ്ങളല്ലേ. മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അതെ, മാറാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ മാറാൻ അവർക്ക് ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം. അത് ഓരോ വ്യക്തിയും നമ്മൾക്ക് അങ്ങനെയുള്ള അവസരങ്ങളാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ പ്രശ്നങ്ങൾ ആക്ച്വലി ഹിഡൻ ബ്ലെസ്സിങ്സ് ആണെന്നും നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മളെ വിജയം. കാരണം നിങ്ങൾ വന്ന പ്രശ്നത്തിലൂടെയാണ്, ഞാൻ വന്ന പ്രശ്നത്തിലൂടെയാണ്, അവർ വന്നതും പ്രശ്നത്തിലൂടെയാണ്. അതെ. ആരും, ഞാൻ പരിചയപ്പെട്ട ആരും എത്തിയവരെല്ലാവരും സന്തോഷം ബൂസ്റ്റ് ചെയ്യാൻ ആരും വന്നിട്ടില്ല. എല്ലാവരും പ്രശ്നങ്ങൾക്കൊരു പരിഹാരം തേടി. ഇനി അത്ര ഒരു അറ്റത്തിലെത്തിയ ഒരവസ്ഥയിലാണ് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി എന്തോ മുന്നോട്ട് എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഞാനൊക്കെ എത്തിയിട്ടുള്ളത്. അങ്ങനെ തന്നെ. അപ്പോൾ അങ്ങനെ പരിഹാരം തേടിയിട്ടാണ് നമ്മളെല്ലാവരും എത്തിയിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ആ പ്രശ്നങ്ങൾ നമ്മളെ ബ്ലെസ്സിങ് ആയിരുന്നില്ലേ? അതുകൊണ്ടല്ലേ നമുക്കിപ്പം അങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കാനും നമ്മളെ ഈ ലെവലിൽ ജീവിക്കാനും, നമ്മൾ വേറൊരു ലൈഫിൽ തന്നെ വേറൊരു ഡയമെൻഷൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി ആ തലത്തിൽ നമ്മൾ ജീവിക്കുന്നു ഒക്കെ. അല്ലാണ്ട് നമ്മുടെ പ്രശ്നങ്ങളൊന്നും ആരും ഏറ്റെടുത്തിട്ടോ അതിനൊക്കെ സൊല്യൂഷൻ എപ്പോഴും പറഞ്ഞു തന്നിട്ട് ഇതൊന്നും അല്ലല്ലോ. അല്ലെ പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. അനക്കെല്ലാം മുന്നേ കിട്ടിയ ചെറുപ്പത്തിലേ കിട്ടിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് അല്ലേ? അതിനൊന്നും നമ്മള് ഇടയ്ക്ക് വെച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളാ പൂർവികന്മാർ അവിടെ നിന്നൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുള്ള ആ ഒരു പാറ്റേണിൽ അങ്ങനെ പോവുക എന്നുള്ളതല്ലാതെ നമ്മളെവിടെ നിന്ന് ചിന്തിക്കുന്നില്ല. നമ്മളെ പറ്റിയൊന്നും ഒരു നിമിഷം പോലും ചിന്തിക്കുന്നില്ല. ഞാൻ എന്താണ്, എന്തിനാണ് ഇതിലേക്ക് വന്നത്. അതാ സാറ് പറഞ്ഞത് തന്നെ, ഞങ്ങൾ പഠിക്കണവനെ പഠിക്കുന്നില്ല, നമ്മളെ പറ്റി പഠിക്കുന്നില്ല. ഇപ്പൊ ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ നമ്മളെ ഉള്ളിൽ നടക്കുന്ന ഓരോ സിസ്റ്റംസ് ഒക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ മുന്നോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് പോകും. എന്തിനാ മുന്നോട്ടേക്ക് പോകുന്നതെന്നുള്ള ചിന്ത ഒന്നും അറിയുന്നില്ല. അങ്ങനെ ജീവിച്ച് മരിക്കുക എന്നുള്ളൊരു കണ്ടീഷൻ. കുറെ സങ്കടം ഉണ്ടാവും, കുറെ സന്തോഷങ്ങൾ ഉണ്ടാവും. ഓടിക്കൊണ്ട് നിൽക്കുന്നവര് ഒന്നോടെ നിൽക്കുക, ഒന്നിലൊന്ന് പുറകിലോട്ട് ഒന്ന് മുന്നോട്ട് നിൽക്കുക. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പറയുമ്പോ രാവിലെ എഴുന്നേറ്റിട്ടൊന്ന് ബാത്റൂം പോയി എന്ന് പറഞ്ഞാൽ അതിനോളം വലിയ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല വിചാരിക്കും ശരിക്കും. കാരണം അത് കഴിയാത്തവർ ഇഷ്ടം പോലെ ആൾക്കാർ കഴിയാത്ത. അപ്പൊ അതിന്റെ വാല്യൂ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ശരിക്കും അത് മനസ്സിലാവുന്നത്. ഇപ്പോഴൊക്കെ അത് ടേക്ക് ഇറ്റ് ഗ്രാൻഡഡ് എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ പോകുന്നത്. നമ്മൾ ഓരോ വ്യക്തികളും നമ്മുടെ അടുത്തേക്ക് വരുന്നത് തന്നെ പ്രശ്നങ്ങളുണ്ടാവും. അന്നേരം നമ്മളും പറയും അത് അനക്കുണ്ട്, സാരല്ല, ആ സാറില്ല, അതിലെല്ലാവർക്കും ഉള്ളതല്ലേ, ശരിയാവും, അത് ഓനും അവർക്കുണ്ട്, അതിൽ ശരിയാവും, അതിൽ കുറച്ചും ശരിയാവും, നീ അത് അങ്ങനെ, പക്ഷെ അത് ശരിയാവില്ല, ഇങ്ങനെ ചെയ്താൽ മതി, അത് അങ്ങനെ കൊടുക്കും. പക്ഷെ ഇതൊന്നും അങ്ങനെയൊന്നും ശരിയാവുന്ന സാധനം അല്ല ഇത്. അത് ആ തിരിച്ചറിവ് വന്നതിന് ശേഷം ഞാനെല്ലാം എത്തിപ്പെട്ട തന്നെ പിന്നെ ഒരുപാട് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ്, ഒരുപാട് അനുഭവിച്ചിട്ടാണ്. ഈ ചെറിയ 40 വയസ്സിലാണ് ഞാൻ പിന്നെ മോനിസാറിനടുക്ക് എത്തുന്നത്. 40 വയസ്സ് അന്ന്. ഇപ്പൊ എനിക്ക് ഓർമ്മ വേണ്ടി എല്ലാവരും വയസ്സും വലിയ വയസ്സ് കളഞ്ഞിട്ട് ചെറിയ അക്കം പറഞ്ഞോ എന്ന് പറയുന്നത്. അതെപ്പോഴും ഞാൻ പറയും, എനിക്കന്ന് 0 വയസ്സ്. അപ്പൊ ഞാൻ പ്രസവിച്ച പാടാണ് എടുക്കുന്നതിലെ ഒരു ഇത്രയും ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡും. അത് സാർ എപ്പോഴും പറയാണ്ടേ, എനിക്കൊന്ന് നിങ്ങളെ പ്രശ്നം പറയണ്ട, നിങ്ങളൊന്ന് എനിക്ക് അവൈലബിൾ ആയി തന്നാ മാത്രം മതി എന്ന് പറയുന്നത്. ബി അവൈലബിൾ എന്ന് എപ്പോഴും പറയാം. അതെ, ഞാൻ ആടുന്ന് നമ്മള് കൗൺസിലിംഗിൽ പോയി തെറാപ്പി ചെയ്യുന്ന സമയത്ത് എന്നോട് മറ്റുള്ളവർ ചോദിക്കും, ഒക്കെ അപ്പുറം, നിങ്ങളെങ്ങനെയായേ, നമുക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഞാനൊന്നും ചിന്തിക്കുന്നില്ല, ഞാൻ സാറിന്റെ അവിടെ വീണ്, വേറെ ഒന്നുമില്ല, അത്രയും മാറ്റാണ് അവിടെ പോകുന്നത്. ഇനിയൊന്നുമില്ല, കയറിന്റെ അറ്റത്ത് പോയിട്ടാണ് തിരിച്ചു വരുന്നത്. അതിന്റെ അപ്പുറം പോയ കയറാന്ന്, അല്ലെ ഇപ്പുറം വന്നാൽ മോനിസാറുണ്ട് മാത്രം. അനക്ക് പുറത്തുള്ളവരോട് എല്ലാവരും പറയാൻ, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും, നിങ്ങൾക്ക് പ്രശാന്തി ഉണ്ട്, നിങ്ങൾക്ക് അവിടെ ഉണ്ട്, ആടത്തേക്ക് പോയാൽ മതി. പ്രശ്നങ്ങൾ ഉണ്ടാവണം. പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ അറിയില്ലല്ലോ എന്നാണ്. ഇരുട്ട് അറിയാത്തവർക്ക് വെളിച്ചെന്നാന്ന് അറിയില്ലല്ലോ. അപ്പൊ നമ്മള് പണ്ട് വെളിച്ചം കണ്ടിട്ടുണ്ട്, ചെറുതിൽ വെളിച്ചം കണ്ടിട്ടുണ്ട്, എന്താണ് വെളിച്ചം നമ്മൾ കണ്ടിട്ടുണ്ട്. അതറിഞ്ഞ് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ഇതേപോലുള്ള സാധനങ്ങൾ എത്തിപ്പെടും. ഏറ്റവും നല്ലൊരു സ്ഥാപനമാണ്. ഏറ്റവും ആൾക്കാർ, ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ ജീവിതം കൊണ്ട്, ഒരുപാട് ആൾക്കാർ നമ്മളെ ക്ലാസ് ജീവിതം പതിനായിരക്കണക്കിന്
ഒരുപാട് ആൾക്കാർ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഒരുപാട് പേര് നല്ല രീതിയിൽ നമ്മളെ കോഴ്സ് പോലെയോ ഇപ്പൊ കൗൺസിലിംഗും ഉണ്ടല്ലോ, ഓൺലൈൻ ആയിട്ട് കൗൺസിലിംഗ് ചെയ്യാം ഓൺലൈൻ അല്ലേ? കൗൺസിലിംഗ് ഓൺലൈൻ ഓൺലൈനായിട്ട് തെറാപ്പി ഉണ്ട്, അതെ, ഓൺലൈൻ ഫ്രീ ആയിട്ട് ക്ലാസ്സുകളുണ്ട്. ഫ്രീ ക്ലാസ്സുകളുണ്ട്. അതെ. സക്സസ്ഫുള്ളി ഒരുപാട് പിന്നെ കാര്യങ്ങൾ എത്തിപ്പെടാൻ ഇപ്പൊ ഒരുപാട് മുമ്പ് ഞാൻ പറഞ്ഞില്ല, ഒരു നമ്പർ കിട്ടാൻ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഒരുപാട് എല്ലാത്തിലും ഉണ്ട്, നമ്മളെ സാഹചര്യങ്ങളുണ്ടല്ലോ. ഫേസ്ബുക്കിലായിട്ടും ഇൻസ്റ്റാഗ്രാം പേജുകളും ഒക്കെ ആയിട്ടൊക്കെ അതെ. നമുക്കുണ്ട് എത്തിപ്പെടാനൊക്കെ. ഫ്രീ ക്ലാസ്സുകളുണ്ട്, ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്, ഒരുപാടുണ്ട്. ഫ്രീ ഓൺലൈൻ പുറത്ത് നിൽക്കുന്ന പുറത്തുള്ള എല്ലാവർക്കും ഇതിലേക്ക് വരാൻ തെറാപ്പി chance- സെന്ററുകളുണ്ട്. ഒരുപാട് ചാൻസുകൾ ഉണ്ട്. ലോകമെമ്പാടുള്ള ആൾക്കാർ നമ്മൾ എത്താൻ തയ്യാറുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് അല്ലേ? ഉണ്ട്. അതാ നമ്മൾ മാറാൻ തയ്യാറുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും ഇവിടെ എത്തിപ്പെടട്ടെ പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എത്തിപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ എല്ലാവരും ഒരു സന്തോഷമായ ജീവിതം ആസ്വദിച്ച് ജീവിക്കട്ടെ എന്നുള്ളത്. ജീവിതം ഒന്നേ ഉള്ളൂ. ജീവിതത്തിന് ഒരു ആസ്വാദനം ഉണ്ട്. ജീവിതത്തിൽ ആസ്വാദനം അത് എനിക്ക് മുമ്പുള്ള ഒരു ഇതായിരുന്നു. ശരിക്കും ഒരു ജീവിതമേ ഉള്ളൂ, അത് ആസ്വദിച്ച് ജീവിക്കണം. പക്ഷെ ആ ആസ്വാദനം വേറെയായിരുന്നു. അത് സാറ് പഠിപ്പിച്ചെന്ന വേറൊരു ഒരു എന്താ പറയാ, മെറ്റീരിയലിസ്റ്റിക് പുറത്തുനിന്നുള്ള അല്ല അതിനെ ഒരു മാജിക് വേർഡ്സ് ആണ് കുറെ കാര്യങ്ങൾ. എന്നുവെച്ചാൽ ഒരു വാക്കിന് തന്നെ നമുക്ക് ഒരുപാട് വേറെ തലത്തിലുള്ള വേറൊരു അർത്ഥം, വേറൊരു ഡയമെൻഷൻ. ഇപ്പൊ എപ്പോഴും പഠിപ്പിക്കുമ്പോൾ ഇതൊരു ഡയമെൻഷൻ, എല്ലാറ്റിനും വേറെ വേറെ ഡയമെൻഷൻസ് പഠിപ്പിച്ചു തരാറുണ്ടല്ലോ നമുക്ക്. ഒരു കാര്യത്തിന് തന്നെ 3 ഡയമെൻഷൻ ആയിട്ട് പഠിപ്പിച്ചു തരാറ്. അപ്പൊ അതിലൊരു ഒന്നാണത്. ഈ ആസ്വാദനം എന്നുള്ള വാക്ക് എങ്ങനെയും ആസ്വദിക്കാം. ഇപ്പുറത്ത് വേറൊരു ആസ്വാദനം, നമ്മളൊക്കെ ഇപ്പൊ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് വേറൊരു ആസ്വാദനം. ഇന്നറിലുള്ള ഉള്ളിലുള്ള ഉള്ളിൽ ആസ്വാദനം, അകത്തും പുറത്തും ആസ്വാദനം. ഇൻബിൽട്ട് ആയിട്ടുള്ള അതെ, അതിപ്പോ വലിയ സുഖ സൗകര്യങ്ങളിലൊന്നും ആയിരിക്കില്ല, അതൊന്നും നേടിയിട്ടോ ആയിരിക്കില്ല. അതെ. എന്നാലും നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. ഉള്ളിലൊരു ആസ്വാദനം സന്തോഷത്തോടെ പറയാം നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. ആ ഒരു ആസ്വാദനത്തോടെ ജീവിക്കാൻ കഴിയണമെങ്കിൽ ധൈര്യമായിട്ട് സന്തോഷമായിട്ട് ഇങ്ങോട്ട് വന്നോളുക എന്നുള്ളതേ പറയാനുള്ളൂ. ഇപ്പൊ നമ്മള് NLP അല്ലേ, മുമ്പ് ഒരുപാട് പേരെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, NLPയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സെഷൻ ആണല്ലോ NLP ട്രെയിനിങ് ഒക്കെ. ഇപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് 21 days NLP ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത്? സക്സസ് വാലി നടത്തുന്ന 21 days ഫ്രീ NLP ലൈഫ് ലാബാണ് ഫ്രീ ആയിട്ട് ഇപ്പോൾ ഓൺലൈനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ 21 ദിവസങ്ങളിലൂടെ ഫ്രീ ആയിട്ട് നടക്കുന്നതിൽ 21 ലൈഫ് ടൂൾസ് അല്ലെങ്കിൽ താക്കോലുകളാണ് നമുക്ക് കിട്ടുന്നത്. ഓരോ ദിവസവും വ്യത്യസ്തമായ ഓരോരോ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിനെ എങ്ങനെ നമുക്ക് ഈ പ്രശ്നങ്ങളിലൂടെ നമുക്ക് ജീവിതത്തിൽ മാറ്റി കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള, നമ്മുടെ പ്രശ്നങ്ങളിൽ പ്രശാന്തി കണ്ടെത്താനുള്ള, അല്ലെങ്കിൽ നമുക്കൊരു തിരിച്ചറിവിനായിട്ടുള്ള ഒരുപാട് ടൂൾസാണ് ഓരോ ദിവസവും വ്യത്യസ്തം. ഓരോ ദിവസത്തിലല്ല ക്ലാസ്, ഓരോ ആഴ്ചയിൽ ഒരു ക്ലാസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ആഴ്ചയിലും വ്യത്യസ്തമായ ടൂൾസാണ് നമുക്ക് അതിലൂടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് തന്നെ സ്വയം അത് അറിയാനും നമ്മളെ അറിയാനും പിന്നെ നമ്മളിലേക്ക് വരുന്ന പ്രശ്നങ്ങളുടെ കാരണങ്ങളും കാര്യങ്ങളും അറിയാനും ഒക്കെ ഇതിലൂടെ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട്. ഒരുപാട് പേര് ഇതിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ അറ്റൻഡ് ചെയ്തവർക്ക് ഫ്രീ ആയിട്ട് തെറാപ്പി ചെയ്യാനുള്ള സംവിധാനങ്ങളും ഓൺലൈനായിട്ട് തെറാപ്പി ചെയ്യാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. അതല്ലാതെ തെറാപ്പി സെഷൻസും ലൈവായിട്ട് ചെയ്യാനുള്ളത്, ഓഫ്ലൈനായിട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുമുണ്ട്. അപ്പോൾ പ്രശ്നങ്ങളിലൊക്കെ മാറണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പരിഹാരങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അതിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളത് മാത്രമാണ്. അതിലേക്ക് എല്ലാവരും തീർച്ചയായിട്ടും ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കണം, മനസ്സിലാക്കണം എന്തൊക്കെയാണ് കാര്യങ്ങൾ അതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തന്നെ എത്രയും ഇതായിട്ടും ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത വ്യക്തിയായിട്ട് പോലും 21 ദിവസത്തെ ക്ലാസ് ഞാനും അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പം അതിലൂടെ തന്നെ എനിക്ക് വീണ്ടും ഒരുപാട് തിരിച്ചറിവുകളാണ്. കാരണം ഒരറിവും നമുക്ക് ചെറുതുമല്ല, ഒരറിവും നമുക്ക് അവസാനിക്കുന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പം ഒന്നുകിൽ നമ്മൾ മുമ്പ് കേട്ട കാര്യങ്ങൾ നമ്മൾ മറന്നുപോയത് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലിലേക്ക് ആ കാര്യങ്ങൾ നമ്മൾ എത്തിക്കും. അല്ലെങ്കിൽ പുതിയ തലത്തിൽ, പുതിയൊരാഴത്തിൽ ആ കാര്യത്തെപ്പറ്റി തന്നെ ഒന്നുകൂടി ആഴത്തിൽ ചിന്തിക്കാനും കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ആ 21 ദിവസത്തെ ഫ്രീ ഓൺലൈനായിട്ടുള്ള NLP ലൈഫ് ലാബ് ക്ലാസ്സുകളിൽ പങ്കെടുക്കുക. ജീവിതത്തിന് ആസ്വാദികരമായി ജീവിക്കാൻ ഉള്ള അവസരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മൾക്ക് ഇനിയിപ്പോൾ പേഴ്സണലായിട്ട് സിറ്റിംഗ് വേണ്ട ആളുകൾ ഉണ്ടാവുമല്ലോ, ഇപ്പം ഗ്രൂപ്പ് അല്ലാതെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പേഴ്സണൽ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ടല്ലോ നമുക്ക്. മലപ്പുറം ജില്ലയിൽ തിരൂരുണ്ട്, കണ്ണൂർ ജില്ലയിൽ 2 സെൻറ്റേഴ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പ്രേക്ഷകരെടുത്ത് പറയാനുള്ളത്? തിരൂരിലും മലപ്പുറത്ത് തിരൂർ ഭാഗത്തും നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട്
ഞാനൊക്കെ വന്ന കാലം തുടങ്ങിയിട്ട് 10-14 വർഷമായിട്ട് തന്നെ ഈ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് മുടങ്ങാതെ ഈ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ആ ക്ലാസ്സുകളിലൂടെ തന്നെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് മാറ്റങ്ങളും മാനസികമായ ഒരുപാട് മാറ്റങ്ങളും സംഭവിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് തിരൂരിലായാലും കണ്ണൂർ ജസീക്കും ഷഹലയും ഒക്കെ ലൈവായിട്ട് ഓഫ്ലൈനായിട്ട് തന്നെ നേരിട്ട് തെറാപ്പി സെഷൻസ് ചെയ്യുന്നത്, കൗൺസിലിങ്ങും തെറാപ്പിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സൗകര്യം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു എത്രത്തോളം അത് ഉപകാരപ്പെടും എങ്ങനെയെന്നുള്ളത് സംശയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്കായിട്ട് ഓഫ്ലൈനായിട്ടും തിരൂർ ഭാഗത്തുണ്ട്, കണ്ണൂരിലുണ്ട്, 2 സ്ഥലത്തായിട്ട്. അപ്പോൾ അവർക്കൊക്കെ അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അവരൊക്കെ നല്ല, നമ്മളൊക്കെ ഒന്നിച്ച് ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്ത വ്യക്തികൾ തന്നെയാണ്. ഒരുപാട് അറിവുകളും മാത്രമല്ല ക്ലാസ്സിൽ പങ്കെടുക്കില്ലല്ലോ, അവരുടെ ജീവിതത്തിൽ തന്നെ അവർ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയതാണെന്ന് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന വ്യക്തികൾ കൂടിയാണ് അവർ. അതുകൊണ്ട് തന്നെ ആ മാറ്റം നിങ്ങൾക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഇതനുസരിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാരണ ഒരു കൗൺസിലിങ്ങിന് പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഒരു പ്രസൻറ്റ് പ്രോബ്ലത്തെ ആയിരിക്കും നമുക്ക് പ്രോബ്ലമായിട്ട് നമ്മൾ അപ്പോഴുണ്ടാവുന്നത്. ഒരു പ്രോബ്ലം ആയിരിക്കും ആ പ്രസൻറ്റിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായിരിക്കും കാരണം അതിനപ്പുറത്തോട് നമ്മൾ അപ്പോഴൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ NLPയുടെ ഈ കൗൺസിലിംഗ് ഇതിലേക്ക് വരുന്നതോട് കൂടിയിട്ട് ഇപ്പോഴുള്ള ഈ ഓഫ്ലൈനായിട്ട് ചെയ്യുന്ന ലൈവ് കൗൺസിലിംഗ് സെൻറ്ററിലൂടെ അവർ നമുക്ക് ചെയ്തു തരുന്നത്, നമ്മളുടെ ആ പ്രശ്നത്തിന് നമുക്കൊന്ന് ഒരു ഭംഗി എന്ന് പറയുന്നത്, നമ്മൾ ആ പ്രശ്നത്തിന് അവരോട് പറയേണ്ട കാര്യമില്ല. നമ്മുടെ പ്രശ്നം എന്താണ്, നമ്മൾ പലതും നമുക്ക് മറ്റുള്ളവരോട് പറയാൻ താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ അനുഭവിക്കുന്ന, നമ്മുടെ ഉള്ളിൽ മറ്റൊരാൾ അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും. ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടി പാർട്ട് അത് തന്നെയാണ്. നമ്മളുടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മളത് അവരോട് പറയേണ്ട കാര്യങ്ങളില്ല. നമ്മൾ അവരായിട്ട് സംസാരിച്ച് അവരെന്താണ് NLP എന്നതിനെക്കുറിച്ച് നമുക്കത് വ്യക്തമാക്കി തരും. എന്താണ് അതിൽ NLPയിൽ നടക്കുന്ന തെറാപ്യൂട്ടിക് ക്ലാസ് ഇതെന്താണെന്നുള്ളതും നമുക്ക് ആ സെഷനും നമുക്ക് മനസ്സിലാക്കിച്ച് തരികയും ചെയ്യും. ഒപ്പം നമുക്ക് തെറാപ്പികളും ലൈവായിട്ട് തന്നെ ചെയ്തു തരുന്നുണ്ട്. അതിലൂടെ നമുക്ക് ജീവിതത്തിനോടുള്ള ഒരു സമീപനം തന്നെ, മുന്നിലും ഇനിയും പ്രശ്നങ്ങൾ നമുക്ക് വരും, അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് വൈകാരികമായി കൈകാര്യം ചെയ്യാനുള്ള ഒരു അറിവാണ് നമ്മൾ ഇതിലൂടെ സത്യത്തിൽ നേടുന്നത്. അപ്പോൾ നമുക്ക് അതിലൂടെ തന്നെ അത് നടക്കുമ്പോൾ തന്നെ നമുക്ക് ആ തെറാപ്പിയിലൂടെ ആ സെഷൻ അവരത് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ജീവിതത്തിലെ സമാധാനവും സന്തോഷവും ജീവിതം സത്യത്തിലൊന്ന് അറിഞ്ഞ് അനുഭവിച്ച് ആസ്വദിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് അതിലൂടെ കിട്ടുന്നത്. അല്ലാണ്ട് നമ്മൾ വന്ന ആ ഒരു പ്രശ്നത്തിൻ്റെ മാത്രം പരിഹാരമായിട്ടല്ല ഈ തെറാപ്പികളും ഈ കൗൺസിലിംഗ് ക്ലാസ്സുകളിൽ കൊണ്ടുള്ള നടക്കുന്നത്. നമുക്ക് ജീവിതത്തിനെ തന്നെ വേറൊരു തലത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കിടയിലും നമുക്ക് എങ്ങനെ നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് നമുക്ക് മാറ്റാൻ കഴിയുന്നത്. പ്രശ്നങ്ങളോടുള്ള നമ്മുടെ ഒരു സമീപനം, അതാണ് നമുക്ക് അതിനുള്ളൊരു തിരിച്ചറിവ്, അതാണ് നമുക്കത് അനുഭവപ്പെടുത്തുകയാണ്. നമ്മളോട് അവർ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ വിടുകയല്ല, അങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ അങ്ങനെ പറഞ്ഞയക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് നമ്മൾ അനുഭവിക്കുന്ന അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള നമ്മളെ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇന്നർ ചൈൽഡ് ഹീലിങ്ങും കൂടി അവിടെ നമുക്ക് സംഭവിക്കുന്നുണ്ടാവും. അതിലൂടെ തന്നെ നമുക്ക് ആ പ്രശ്നത്തിൻ്റെ റൂട്ട് കോസ് മാറുന്നതിലൂടെ നമുക്ക് ആ ഇന്നറിൽ നമ്മുടെ സന്തോഷവും സമാധാനവും നമ്മൾ മറ്റൊരാളിലോ ചുറ്റുപാടിലോ പുറമേ ഒന്നല്ല കണ്ടെത്തേണ്ടത്. നമ്മൾ അന്വേഷിക്കുന്ന സമാധാനവും സന്തോഷവും നമുക്കകത്ത് തന്നെയാണ് ഉള്ളത് എന്ന തിരിച്ചറിവും അത് തിരിച്ച് കിട്ടാനുള്ളൊരു സംവിധാനം കൂടിയാണ് ഇവിടുത്തെ കൗൺസിലിംഗ് കൊണ്ട് സംഭവിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഭദ്രത്തെയും പ്രമീഷേട്ടനും പറഞ്ഞു പുറമേയുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു ലൈഫ് ഉണ്ടെന്ന് അറിയൂല എന്ന്. കാരണം അനുഭവിച്ചറിഞ്ഞിട്ടില്ല. നേരത്തെ പഴയ നമ്മുടെ ലൈഫ് അറിയാലോ, നമുക്ക് വല്ലതും അറിയായിരുന്നോ? ഇതിനപ്പുറം മറ്റൊരു ലോകം ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. അത് അനുഭവിച്ചറിയേണ്ടതാണ്. മറ്റൊരു ലോകം നമ്മുടെ അകത്തുണ്ട്. അപ്പൊ നേരത്തെ ഇപ്പൊ നിങ്ങളെല്ലാം പറഞ്ഞത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഓരോ പോയിന്റുകൾ, ഫോർഗീവ്നെസ് പറഞ്ഞു മുതിർത്ത, അല്ലെ, മാപ്പ് കൊടുക്കുന്നതിന്റെ ആനന്ദം, ഇതൊക്കെ അനുഭവിച്ചറിയുമ്പോഴേ ഇങ്ങനെ ഒരു ലോകം ഉണ്ട് നമ്മൾ അറിയുന്നത്. അതുപോലെ പ്രശ്നങ്ങളിൽ വിൽ പവറിൽ ജീവിച്ചൊരു കാലം അല്ലേ, ഉള്ളിൽ ഒരുപാട് സപ്രസ് ചെയ്ത് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരും. സ്വാഭാവികമായിട്ട് മനുഷ്യനാണ്, പ്രശ്നങ്ങൾ വരും. പക്ഷെ ഇതിന്റെ ദുഃഖവും ഭാരവും വേറെയാണ്, സഹിക്കലും ക്ഷമയും വേറെയാണ്. ഓരോന്ന് വേർതിരിച്ച് നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണല്ലോ. ഇന്നും ഒരുപാട് ആൾ, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്.
പല ആളുകളും നമ്മളെ സെഷൻ കോഴ്സുകളൊക്കെ അന്വേഷിച്ച് വിളിക്കുന്നുണ്ട്. പല ആളുകൾക്ക് സംസാരിക്കുമ്പോൾ പ്രശ്നം വേറെയാണ്, അതിന്റെ ദുഃഖം നിങ്ങളുടെ അകത്തല്ലേ ചോദിക്കുമ്പോഴാണ് അവർക്ക് ബോധ്യപ്പെടുന്നത്. എന്നോട് അതന്നെ ചോദിച്ചത്, അതെ. പ്രശ്നം പുറത്തല്ലേ, അതെ, അതിന്റെ വിഷമങ്ങൾ മുഴുവൻ ഇമോഷൻസ് മുഴുവൻ നിങ്ങൾക്ക് അകത്തല്ലേ. അകത്തല്ലേ. അപ്പൊ വൺസ് നിങ്ങളുടെ ആ പ്രശ്നം കഴിഞ്ഞാൽ നിങ്ങളെ ഈ ഇമോഷൻസിന് നിങ്ങൾ എന്ത് ചെയ്യും എന്നാ സാറ് ചോദിച്ചത്. എനിക്കതിന് ഉത്തരമില്ല. അതെ. കാരണം ഞാൻ ആ തരത്തിൽ ചിന്തിച്ചിട്ടില്ല. ഇമോഷൻസ് എനിക്കകത്തുണ്ടെന്നും ഈ പ്രശ്നം കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ആ ഇമോഷൻസ് അതങ്ങനെ തുടരും, അതെന്റെ ശരീരത്തിനെ ബാധിക്കും. ഈ വക ചിന്തകളിലേക്കൊന്നും ഞാൻ പറയാം, എൻ്റെ അറിവില്ലായ്മ, തിരിച്ചറിവില്ലായ്മ. അറിവുകളുണ്ട്, തിരിച്ചറിവുണ്ടായിട്ടില്ല, തിരിച്ചറിവുകളില്ല, അങ്ങനത്തെ തിരിച്ചറിവില്ല. അതെ, ഇത്തരത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് പേര്. ഇപ്പൊ ഇന്നലെ പോലും എനിക്കൊരു എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. ഡിവോഴ്സിന്റെ വക്കിലാണ്, ഒരു ലേഡിയാണ്. അപ്പൊ അവര് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാല് ഡിവോഴ്സിന്റെ വക്കിലാണ്, ഞാൻ എന്തായാലും ഡിവോഴ്സ് ചെയ്യാൻ പോവാണ്. കാരണം അത്രയും വിഷയങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട് അവരുടെ ലൈഫിൽ. ഭർത്താവുമായി ബന്ധപ്പെട്ട് അവർക്കൊട്ടും വിട്ടുകൊടുക്കാൻ പറ്റാത്ത, മാപ്പ് കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, ജസ്റ്റ് നമ്മളെ നമ്പർ കിട്ടിയപ്പോൾ വിളിച്ചതാണ്, ഞാൻ എന്തായാലും ഡിവോഴ്സ് ചെയ്യാൻ പോവാണ് മാം, പിന്നെ ഞാൻ തെറാപ്പി, നമ്മുടെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ അവരെടുത്ത് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എന്തായാലും ഞാൻ ഡിവോഴ്സ് ചെയ്യും. ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ പേഴ്സണൽ സ്വാതന്ത്ര്യമാണ്, പക്ഷെ ഇന്ന് നിങ്ങളെ മനസ്സിലേറ്റുന്ന മുറിവുകളുണ്ടല്ലോ, നേരത്തെ നമ്മൾ സംസാരിച്ചേ, ഒരുപാട് ടെൻഷന്, സ്ട്രെസ്സ്, പിന്നെ ദേഷ്യം ഉണ്ടാവും, പലതും ഉണ്ടല്ലോ, ഇതിനെ മാറ്റിക്കൂടെ? കാരണം നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് ജീവിക്കണം, അപ്പോൾ മക്കളെ കൂടെ ഒക്കെ ജീവിക്കേണ്ടതുണ്ട്, അത് സന്തോഷമായിട്ട് ജീവിച്ചൂടെ? നിങ്ങൾ അകത്തെന്ത് ആ ശാന്തിയും സമാധാനം അനുഭവിച്ചുകൂടെ? മുന്നോട്ട് ഇനി ഒറ്റക്കാണ്, അത് അവരുടെ പേഴ്സണൽ സ്വാതന്ത്ര്യമാണ്. അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത്. എനിക്ക് പറയാനുള്ള, ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ സ്റ്റുഡിയോയിൽ വന്നിട്ട്, ഇപ്പോൾ ഭദ്രതയാവട്ടെ, ഓരോരുത്തരും വന്നിട്ട് അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ളത് എന്താണ്, ഇത്തരത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് സ്റ്റിൽ നമ്മൾ അറിയുന്നില്ല. അതെ, നമുക്ക് പ്രശ്നം വേറെയാണ്, നമ്മൾ അകത്തുള്ള ഇമോഷൻസ് വേറെ തന്നെയാണ്. ഈ മനസ്സിൽ അനുഭവിക്കുന്ന ഇമോഷൻസ് ഉണ്ടല്ലോ, പ്രശ്നങ്ങൾ പലതായിരിക്കാം, അതിന്റെ ഇമോഷൻസ് ആണ് നമ്മളെ പ്രശ്നത്തിന്റെ വേര്. അതിലിടപെട്ട് അത് മാറ്റി കഴിയുമ്പോൾ പിന്നെ വല്ലാത്ത, നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഓരോരുത്തരും എത്തിപ്പെടാം, നമ്മൾ ഓരോരുത്തരും എത്തിപ്പെട്ട ആ ജീവിതം ഉള്ളിൽ ആനന്ദമാണെന്ന്, സന്തോഷമാണ്. സെൽഫിൽ എന്താ ഉള്ളത്? ഇന്നറിൽ ആനന്ദവും മുന്നോട്ട് പോകാനുള്ള പ്രതീക്ഷകളും ഹോപ്പാണുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അനുഭവിക്കുന്ന ഓരോ ആളുകളടുത്തും പറയാനുള്ളത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ആളുകൾക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, സക്സസ് വാലിയിലേക്ക് കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ തെറാപ്പി സെഷൻസ് ഉണ്ട്. ഇനി പേഴ്സണൽ സിറ്റിംഗ് വേണ്ടവർക്കാണ് പേഴ്സണൽ സെന്റേഴ്സ് തന്നെ നമുക്കുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് NLP, എന്താണ് NLP? കുറേ ആയിരുന്നു നിങ്ങൾ കേൾക്കുന്നത്. ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഫ്രീ സെഷൻസ് ഉണ്ട്. ഇനി നേരത്തെ വധുർത്ത പറഞ്ഞു, പ്രഭിഷേട്ടൻ പറഞ്ഞ് ഫോർഗീവ്നെസ്, മാപ്പ് കൊടുക്കുക എന്നുള്ളത് ആനന്ദമാണ്. എനിക്ക് ആക്ച്വലി ഫോർഗീവ്നെസ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ പറഞ്ഞാൽ തീരാത്തത്ര എക്സ്പീരിയൻസ് ഉണ്ട്. ഇന്ന് എൻ്റെ ലൈഫിൽ ഇപ്പോൾ പേഴ്സണലി എനിക്ക് പറയാനുള്ളത്, ഒരാളോട് പോലും ഒരു നത്തിങ് ഈസ് ദെയർ, ഒന്നുമില്ല, ഒരു ദേഷ്യമോ ഒന്നുമില്ല. അപ്പം നമ്മൾ എത്രയോ ഫ്രീ ആണ്. ഇപ്പം മാപ്പ് കൊടുക്കണം എന്നൊന്നും കേട്ടിട്ട് കാര്യമില്ല. എങ്ങനെ ഇതിനുള്ളിൽ നിങ്ങൾ ഹാപ്പണിങ് ആണ്. ഇപ്പോൾ ഓരോന്നിനുള്ള, ഇനിയിപ്പോൾ പാരൻറ്റിങ്, ഇപ്പോൾ ഒരുപാട് കൗൺസിലിങ്ങിന് പല കുട്ടികളും വരാറുണ്ട് കൗൺസിലിങ്ങിന്, ചെറിയ കുട്ടികൾ. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കുട്ടികൾ ഇങ്ങനെ ആവാനുള്ളൊരു കാരണം നമ്മളെ പാരൻറ്റിങ്ങിൻ്റെ അറിവില്ലായ്മയാണ്. അപ്പം എങ്ങനെ നല്ല രീതിയിൽ കുട്ടികളെ പോസിറ്റീവായിട്ട് വളർത്തണം, ഇന്ന് കുട്ടികൾ ഫേസ് ചെയ്യുന്ന പല പ്രശ്നത്തിനും എങ്ങനെ നമ്മൾ പാരൻസ് എന്ത് ചെയ്യും, എങ്ങനെ അതിനെ പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കാം, ഇതിനൊക്കെയുള്ള സൊല്യൂഷനാണ് നമ്മളെ പാരൻറ്റിങ് കോഴ്സ്. പിന്നെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. ടെൻഷന്, സ്ട്രെസ്സ്, എങ്ങനെ ബിസിനസ്സിനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും, ഇതിനെല്ലാം സൊല്യൂഷനാണ് നമുക്ക്. ബിസിനസ് കോച്ചിങ് തന്നെ ഉണ്ട്, ബിസിനസ് കൗൺസിലിംഗ് ഉണ്ട്, തെറാപ്യൂട്ടിക് സെഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനുള്ള സൊല്യൂഷൻ, ഒരു മനുഷ്യ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനാണ് സക്സസ് വാലിയിൽ വരുന്നത്. ഇനി ഭാര്യ-ഭർത്തൃ ബന്ധത്തിലാവട്ടെ, ഇപ്പോൾ ഇൻറ്റിമസി അക്കാഡമി, നമ്മുടെ ഫാമിലി ലൈഫിന്, എല്ലാത്തിനുള്ള സൊല്യൂഷൻ സക്സസ് വാലിയിലുണ്ട്, മൊയ്നു സാറിൻ്റെ അടുത്തുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും സമയം നമ്മളെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ബദർനീസ്തയാണ്, റിട്ടയേർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ഫുഡ് ആൻഡ് സേഫ്റ്റി, റിട്ടയേർഡ് ജില്ലാ ഫുഡ് ഇൻസ്പെക്ടർ. ഓക്കെ, അതുപോലെ തന്നെ പ്രവീഷേട്ടനാണ്. അപ്പോൾ ഒരുപാട് നന്ദി, താങ്ക് യു.